Good morning, everyone. Welcome to Attendant for Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 17th January 2023. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിവിടാം കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ നോക്കാം, വൊക്കാബുലറി നോക്കണം അല്ലേ, ഡീറ്റെയിൽ ആയിട്ട്. ഇന്നലെ നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആ ഒരു ഗ്യാപ്പ് വരണ്ട, ലാംഗ്വേജിന്റെ ഗ്യാപ്പ് വരാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് വൊക്കാബുലറി ഉണ്ട്. അതുപോലെ രണ്ട് ആർട്ടിക്കിൾസ് ആണെങ്കിൽ ആ ദിവസം വരുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം ആൻഡ് റീഡിംഗ് എബിലിറ്റി കൂട്ടണം. ഓഫ് കോഴ്സ് ജനറൽ അവയർനെസ് ആയിരുന്നു ആർട്ടിക്കിളാണ്, കാരണം രണ്ടും ഇന്ത്യ റിലേറ്റഡ് ആയ ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ആർട്ടിക്കിൾ നോട്ട് ചെയ്തിടാം. ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആഫ്റ്റർ ഒരു വീക്കെൻഡ് കഴിഞ്ഞു വന്നിട്ട് പിന്നെ നമ്മൾ മൺഡേ ഇന്നലെ നമുക്ക് കൂടാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വിശേഷമായിട്ടൊക്കെ കൂടാം കേട്ടോ. രാവിലെ ഒരു ടെക്നിക്കൽ ആയിരുന്നു, കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്തോ ഞാൻ ഒരു തവണ ലൈവിലൊക്കെ വന്നു എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ ലൈവിലായിട്ടില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ, താമസിച്ചു. സോറി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ. നമ്മുടെ quote പോവാം. So the quote for today is, be stubborn about your goals and flexible about your methods. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗോൾസ് ഉണ്ടാവും. അപ്പൊ ആ ഗോൾസിനെ പറ്റി നിങ്ങൾ സ്റ്റബേൺ ആയിരിക്കണം. അതിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. അവിടെ നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ കട്ട് ത്രൂട്ട് ആയിട്ട് തന്നെ നിൽക്കണം. അവിടെ പിന്നെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. യു ഹാവ് ടു ബി വെരി മച്ച് സ്റ്റബേൺ അബൌട്ട് ഇറ്റ് കേട്ടോ. ഗോൾസിനെ പറ്റി സ്റ്റബേൺ ആയിരിക്കണം. പക്ഷേ നമ്മൾ ആ ഗോൾസിലോട്ട് എത്തിച്ചേരുന്ന മെത്തേഡ്സ് ഉണ്ടല്ലോ, മാർഗങ്ങൾ ക്യാൻ ബി ഫ്ലെക്സിബിൾ. അത് നമുക്ക് മാറ്റി അപ്ഡേറ്റ് ആയിട്ട് അല്ലെ, കാര്യങ്ങൾ അനുസരിച്ച് ആവശ്യം അനുസരിച്ച് മാറ്റാം. കാര്യം ഏതാണോ നല്ലത്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രിഫർ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് പോവാം. പക്ഷേ നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനോ പറ്റില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇന്നലെ എഡിറ്റോറിയലിൽ ഹിന്ദു ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു. ഞാനാണ് രാവിലെ എണീറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഓൺലൈൻ തപ്പിയപ്പം ഹിന്ദു ന്യൂസ് പേപ്പർ ഇല്ല. അപ്പോൾ സംഭവം ഇന്നലെ അതില്ലാത്തത് കൊണ്ടാണ് എഡിറ്റോറിയൽ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റൊക്കെയാണ്. പക്ഷെ സംഭവിച്ച് എന്താണ്, ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് പോയി കിടന്നോക്കാം. മലയാളം ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പർ കേട്ടോ. അപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ സമ്മതിക്കുന്നില്ല. മമ്മിയൊക്കെ എന്നോട് പറയാം, പിന്നെ ഇവിടെ ന്യൂസ് പേപ്പർ ഉള്ളൂ, നിനക്ക് മാത്രം ന്യൂസ് പേപ്പർ ഇല്ലാത്തതൊക്കെ പറഞ്ഞാൽ എന്നോട് വഴക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ, ഹിന്ദു ന്യൂസ് പേപ്പർ ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ കണ്ടുപിടിക്കുന്ന അഡാറ്റ് മലയാളം ചാനൽ. നിങ്ങൾ ഇന്നത്തെ തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഇന്നത്തെ ഏതായിരിക്കണം നിങ്ങളുടെ ചിന്ത. അപ്പൊ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഇനി ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡെയിലി ക്വിസസ് ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് പഠിക്കും. നിങ്ങൾക്ക് ക്വിസസ് അറ്റൻഡ് ചെയ്യാം, എക്സാം വൈസ് ആയിട്ട് ക്വിസസ് അറ്റൻഡ് ചെയ്യാം. പോയിന്റ്സും ഗ്രാബ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് അലർട്ട്സ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോഴേ നിങ്ങളൊന്ന് നോക്കണം, സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്ത് കേരള എക്സാംസ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും ഉണ്ടെങ്കിൽ, നമ്മൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ആഡ് ഓൺ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ PYQ സെഷൻസ്, എക്സാം അനാലിസിസ്, അതുപോലെ ഓരോ ക്ലാസ്സുകൾ, സബ്ജക്ട് വൈസ് ഓരോ ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ്, ന്യൂസ് പേപ്പർ അനാലിസിസ്, എഡിറ്റോറിയൽ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല 2 ആർട്ടിക്കിൾ ഇന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ ആർട്ടിക്കിൾ 2 ഒന്ന് ഡിജിറ്റൽ മണി, അല്ലെങ്കിൽ എന്താ പറയാ, ഡിജിറ്റലൈസേഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്, ക്യാഷ്ലെസ് പേയ്മെന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ബാങ്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ 2600 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാല് ഓൺലൈൻ പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ്ലെസ് പേയ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മീൻസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെന്റ് ആണ് ഇന്ത്യയിൽ. അപ്പൊ അതിന് മാറ്റിയിട്ട് എന്താണ് പറയാ, ക്യാഷ്ലെസ് പേയ്മെന്റിലോട്ട്, ഓൺലൈൻ പേയ്മെന്റിലോട്ട് വരാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ പേയ്മെന്റ്, ഓൺലൈനേക്കാളും ഡിജിറ്റൽ പേയ്മെന്റിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം, അതിന് വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആർട്ടിക്കിൾ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം ആർട്ടിക്കിൾ സോ സിമ്പിൾ, നിങ്ങൾക്ക് വായിച്ചുവിടാൻ, നിങ്ങൾക്ക് ചുമ്മാ വായിച്ചുവിടാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ബാങ്ക്സിനൊക്കെ പ്രൊമോഷൻ ഇൻസെന്റീവ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ ഒരിക്കലൊരു പുതിയൊരു മെത്തേഡ് മുന്നോട്ട് വെക്കുമ്പോൾ, പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലെ, കുറച്ച് പ്രശ്നങ്ങളും അതിനെതിരെ വരാം.
അപ്പോൾ അതിന്റെ ആ ഡിസഡ്വാൻറ്റേജസിനെയൊക്കെ ടാക്കിൾ ചെയ്യുന്ന രീതിയിലും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യമേ ഇവിടെ ഒരു വാർണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈബർ ത്രെറ്റുകൾ ഒരുപാട് വരാം, സൈബർ ക്രൈംസ് ഒരുപാട് വരാം, സൈബർ ത്രെറ്റ്സ് ഒരുപാട് വരാം. ഈ ത്രെറ്റ്സിനെയൊക്കെ ഒന്ന് ആദ്യമേ തന്നെ അത് ടാക്കിൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് വേണം ഈ പരിപാടി ചെയ്യാനെന്ന് ആർട്ടിക്കിളിൽ ഓതർ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തും കൂടി ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ, നിങ്ങൾക്ക് ഒന്ന് വായിച്ചോളൂ, ജസ്റ്റ് സിമ്പിൾ റീഡ് ആണ്. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ G20 പ്രസിഡൻസിയെ പറ്റിയാണ്. നമ്മൾ പറയുകയാണല്ലേ, ഇന്ത്യയാണ് പ്രസിഡൻസി വഹിക്കാൻ പോകുന്ന G20 സമ്മിറ്റിന്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ വോയിസ് മുന്നോട്ട് വെക്കുകയാണ് നമ്മുടെ മോദിജിയും അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ഈ G20 പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ദ വോയിസ് ഓഫ് ദ സൗത്ത്, സൗത്തിന്റെ വോയിസ് ആയിരിക്കണം, സൗത്ത് ഏഷ്യയുടെ വോയിസ് ആയിരിക്കണം എന്ന് പറയാം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും we had been for a long time, ഒരുപാട് കാലഘട്ടത്തിൽ നമ്മൾ കൊളോണിയൽ ഗ്രിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു മുന്നേറ്റമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഒരു സിംഗിൾ വോയിസ് ആയിട്ട് ഇതിനെ നമ്മുടെ ചാലഞ്ചസിനെ മുന്നോട്ട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ആർട്ടിക്കിൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ആദ്യം വൊക്കാബുലറി നോക്കാം, നമ്മുടെ വൺ വേർഡ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകും. എന്നിട്ട് ആർട്ടിക്കിൾ ആൻഡ് ഫൈനലി ടു യുവർ ക്വസ്റ്റ്യൻ, സ്പോട്ട് ദർ ക്വസ്റ്റ്യനിലോട്ട് പോകും കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്രേസൽ വേർബ് തന്നെ പിടിച്ചോ, മേക്ക് അപ്പ്. ഇന്നലെ ഞാൻ ചാനലിലിട്ട ഫ്രേസൽ വേർബിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു, അതിൽ ഞാൻ ഈ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ എന്ത് ചെയ്യാം, മേക്കപ്പ് ഇടുക എന്നൊക്കെ പറയില്ലേ, അതാണ് അല്ലെ, പോളിഷ് ചെയ്യാൻ നമ്മൾ മേക്കപ്പ് ഇടാത്തതാണ്. അല്ലാതെ മേക്കപ്പിന്റെ ശരിക്കുള്ള മേക്കപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ യു മേക്കപ്പ് ഇൻവെന്റ് എ സ്റ്റോറി, ഫാബ്രിക്കേറ്റ് ചെയ്യാം, മെനഞ്ഞെടുക്കുക എന്നൊരർത്ഥമുണ്ട് മേക്കപ്പിന്. വേറൊരു അർത്ഥങ്ങളുണ്ട് മേക്കപ്പിന്, എന്താണ് യു അല്ലെങ്കിൽ ദ പീപ്പിൾ മേക്കപ്പ് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഓർ ദീസ് പീപ്പിൾ മേക്കപ്പ് ദിസ് പെർസെൻറ്റേജ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പറയും. കംപ്രൈസ് ചെയ്യുക അല്ലെ, അവര് അതിൽ എന്താ പറയുക, ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ കംപ്രൈസ്, കൺസിസ്റ്റ് ഓഫ് അല്ലെ, കൺസിസ്റ്റ് ചെയ്യുക, കംപ്രൈസ് ചെയ്യുക, ഫോം ചെയ്യുക, അതൊക്കെ മേക്കപ്പിന് പറയാം. സോ മേക്കപ്പിന് രണ്ടർത്ഥം ഉണ്ടേ, ഓർത്തോണേ, രണ്ടർത്ഥമുണ്ട് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ. ഇൻവെന്റ് എ സ്റ്റോറി അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് എ സ്റ്റോറി ഓർ എ പ്ലാൻ, ഒരു പ്ലാൻ ഫാബ്രിക്കേറ്റ് മെനഞ്ഞെടുക്കുകയാണ്, സ്റ്റോറി മെനഞ്ഞെടുക്കുകയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ കംപ്രൈസ് ചെയ്യുക, ഫോം ചെയ്യുക എന്നൊരർത്ഥം നമ്മുടെ മേക്ക് അപ്പ് എന്ന ഫ്രേസൽ വേർബിനുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഫ്രേസൽ വേർബാണ് മേക്ക് അപ്പ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറാണല്ലോ അല്ലെ, എല്ലാവരും ഉഷാർ. ഓക്കെ, അവിടെ നോക്കിയ ഓഫ് നോട്ട്. ഈ ഓഫ് നോട്ട്, ഈ നോട്ട് എന്ന് വാക്കുന്നത് എവിടെയെങ്കിലും കണ്ടാൽ തന്നെ ഓർത്തോണേ, ഇമ്പോർട്ടന്റ് ഒരു കാര്യം ആയതുകൊണ്ടാണ് നോട്ട് എന്ന് പറയുന്നത്. ഓഫ് നോട്ട് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഓർ ഫേമസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഓഫ് നോട്ട് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോണം കേട്ടോ, ഓഫ് നോട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഇമ്പോർട്ടന്റ് ഓർ ഫേമസ് എന്നാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കിളിൽ 3-4 തവണ ഓഫ് നോട്ട് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. യു കെൻ സി എങ്ങനെയാണ് ആ ഫ്രേസ് ഉപയോഗിച്ചേക്കുന്നത് പറയാം. ഓഫ് നോട്ട് എന്ന ഫ്രേസിന്റെ അർത്ഥം വെച്ച ഫ്രേസ് കേട്ടോ, അർത്ഥം ഇത്രേ ഉള്ളൂ. ഓഫ് പ്രിപ്പോസിഷൻ, നോട്ട് അതിലെ നൗൺ ആയിട്ടാ. അപ്പൊ ഓഫ് നോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്, ഓർത്തോളാം. ഓക്കെ, എർത്ത് ഈസ് മേക്കപ്പ് ഓഫ് ഇല്ല, ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, അവിടെ ഈസ് അല്ലേടെ കൊടുത്തേക്കുന്നത്, പാസീവ് വോയിസ് ആണ്. അപ്പൊ നന്ദിച്ച, ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 70% of water കേട്ടോ. Arati makes up a filthy story to advocate her statement. That's a great sentence, Shama said. That's great. Sonal, good morning. Okay, അടുത്ത നോക്കിയേ, ടേക്ക് ഓവർ. ടേക്ക് ഓവർ ചെയ്യാ അറിയാലോ നമ്മൾ, ടേക്ക് ഓവർ ദ കിങ്ഡം, ടേക്ക് ഓവർ ദ റൂൾ, ടേക്ക് ഓവർ ദ പവർ എന്ന് പറയുമ്പോൾ അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ് അല്ലെ, പിടിച്ചെടുക്കുക, കൺട്രോൾ പിടിച്ചെടുക്കുക അല്ലെ, ആധിപത്യം പിടിച്ചെടുക്കുക, പവർ പിടിച്ചെടുക്കുക, ദാറ്റ്സ് ടേക്ക് ഓവർ. അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്, അതിനാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് അല്ലെ. ഇതില് പുള്ളി ടേക്ക് ഓവർ ചെയ്യും അല്ലെ, ഈ ഒരു പൊസിഷൻ പുള്ളി ടേക്ക് ഓവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ. സോ നമ്മളത് സ്ഥിരമായിട്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു. കൊളോക്വലായിട്ട് ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ പറയില്ലേ, ആ കമ്പനിന്റെ ആളെ ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ പറയാറില്ലേ, കേട്ട് പരിചയമുള്ള അല്ലേ. അടുത്തതും കേട്ട് പരിചയമുള്ള, ഇൻ ദ വേക്ക് ഓഫ് സംതിങ്, കേട്ട് പരിചയമുള്ള ഒരു ഫ്രേസ് ആണല്ലോ. ബിക്കോസ് ഓഫ് സംതിങ്, ആസ് എ റിസൾട്ട് ഓഫ് സംതിങ് അല്ലെ. ഇൻ ദ വേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ അനന്തര ഫലമായിട്ട്, ബിക്കോസ് ഓഫ് അത് കാരണമായിട്ട് അല്ലെ, ആസ് എ റിസൾട്ട് ഓഫ് സംതിങ് എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ബിക്കോസ് ഓഫ് ഓർത്തോ, അതും ഫ്രേസാ. ഡ്യൂ ടു, ബിക്കോസ് ഓഫ്, ഓയിങ് ടു, ഓൺ അക്കൗണ്ട് ഓഫ് അല്ലെ, അതൊക്കെ ഒരേ മീനിങ് ആണ്. ഇൻ ദ വേക്ക് ഓഫിന് അതേ മീനിങ് ആണ്. ഈ ബിക്കോസ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ആണ്, പക്ഷെ ബിക്കോസ് ഓഫ് ആയാൽ അത് പ്രിപ്പോസിഷൻ ഫ്രേസ് ആയി. ബിക്കോസ് ഓഫ് ഓർത്തോണേ, ബിക്കോസ് ഓഫ് എന്ന് പ്രിപ്പോസൽ ഫ്രേസ് ആണ്. സെയിം ആസ് എ റിസൾട്ട് ഓഫ് എന്ന് പറയുന്ന പോലെ, ഓയിങ് ടു എന്ന് പറയുന്ന പോലെ, ഡ്യൂ ടു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, അല്ല ഫ്രേസൽ വെർബ് അല്ല, ഫ്രേസ് ആണ്. അപ്പം ഫ്രേസ് ആകുമ്പോൾ അതിനുശേഷം ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കണം, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ
because എന്ന് പറയുന്നൊരു കൺജങ്ഷൻ ആകുമ്പോൾ നമുക്ക് അതിന് ശേഷം ഒരു സബ്ജക്റ്റ് പിന്നെ വേർബിന് ഇങ്ങനെ വരാം അല്ലെ കാരണം പറയാൻ വേണ്ടി ഉപയോഗിക്കട്ടെ സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ് അപ്പൊ എപ്പോഴും ഓർമ്മ സ്ട്രക്ചർ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ അത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ പഠിച്ചൊന്ന് റിവൈസ് ചെയ്ത് വിടാനുള്ള ഒരു അവസരം ഇത് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ നോക്കട്ടെ ഡോണ്ട് മേക്ക് അപ്പ് ദിസ് എങ്ങനെ ഷൈനി ഡോണ്ട് മേക്ക് ദിസ് അപ്പ് ഷീസ് മേക്കിംഗ് ദിസ് അപ്പ് അവൾ ചുമ്മാ അത് പറയുന്നതാ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയില്ലേ ഡോണ്ട് മേക്ക് ദിസ് അപ്പ് സംടൈംസ് പോലീസ് കേട്ടോ ആ മേക്ക് ദിസ് കഴിഞ്ഞിട്ട് ആപ്പ് കൊടുക്കാം ഓക്കെ ഷൈനി അത് മാത്രം സംടൈംസ് പോലീസ് ഒഫീഷ്യൽസ് മേക്സ് അപ്പ് എന്ത് മേക്സ് അപ്പ് അത് വേണ്ടേ മേക്സ് അപ്പ് വാട്ട് കൊടുക്കണം മേക്കപ്പ് ഇൻവെന്റ് സ്റ്റോറി എന്ന് പറയില്ലേ അപ്പൊ ഒന്ന് മേക്കപ്പ് വാട്ട് മേക്കപ്പ് അക്യൂസേഷൻസ് കൊടുക്കാം അല്ലെ അതല്ല ഉദ്ദേശിക്കുന്നത് സംടൈംസ് പോലീസ് ഒഫീഷ്യൽസ് മേക്സ് അവിടെ പ്രശ്നം ഉണ്ടല്ലോ മേക്സപ്പ് വരില്ലല്ലോ അവിടെ ഞാനത് വിട്ടുപോയി പോലീസ് ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആയില്ലേ ആരതി മേക്കപ്പ് ആണ് സംടൈംസ് പോലീസ് ഒഫീഷ്യൽസ് മേക്കപ്പ് അക്യൂസേഷൻസ് ഇൻ ഓർഡർ ടു ഇമ്പോസ് കൾപ്പബിലിറ്റി ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ അല്ലെ മേഡപ്പ് നാണോ ചെയ്തയോ സോറി നിന്ദിഷ യാ യു ആർ റൈറ്റ് ഐ എം സോറി എനിക്ക് എന്താണ് പറ്റിയത് എന്താ പറ്റിയത് സോറി കേട്ടോ സോറി യു ആർ റൈറ്റ് എന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് ചിലപ്പോൾ ഞാൻ ഉറക്കത്തിലായിരിക്കും നന്ദന ഗുഡ് മോർണിംഗ് എലൻ മസ്ക് ടേക്ക് ഓവർ അല്ല അക്ഷയ് എലൻ മസ്ക് ടുക്ക് ഓവർ കൊടുക്കാം നമ്മൾ പാസ്റ്റ് ടെൻസ് കൊടുക്കാം ഓർ ഇലൻ മസ്ക് ടേക്സ് ഓവർ കൊടുക്കാം കേട്ടോ ഇലൻ മസ്ക് ടേക്സ് ഓവർ കാരണം സബ്ജക്റ്റ് ഒന്നല്ലേ ഉള്ളൂ സിംഗുലർ അല്ലേ സിംഗുലർ ആകുമ്പോൾ വേർബ് സിംഗുലർ കൊടുക്കണം ഓർ പാസ്റ്റ് ടെൻസ് കൊടുക്കാം ഇലൻ മസ്ക് took over കൊടുക്കാം കേട്ടോ don't try to make up my intent that's a great sentence Adani takes over the ownership of NDTV from the Royce that's great Walmart took over the Flipkart all right that's great nowadays medias alla vinu കുറച്ച് നാളായാലും വന്നിട്ട് മീഡിയാസോ മീഡിയ പ്ലൂറൽ അല്ലേടാ മീഡിയമിന്റെ പ്ലൂറൽ മീഡിയ nowadays media are partially making up additional stuffs about sensitive issues yes the bank took over his property all right that's great they are good in making up story that's great okay yeah the legacy was taken over by Ardi since the estate was forged all right as far as Shamas is concerned it is very easy for him to make up stories all right that's great Amala good morning okay Kirani is of note in the name Maragadamani in Tamil Nadu okay he's famous in the name of note in okay that's great who will take over the leadership of the club that's great sentence appo namak aduthalottu polo aduthu po da guard against guard cheyga oru verb aane guard cheyga verb aanu guard somebody protect somebody alle I'll guard you or I'll guard the kingdom ellokka parayumbo guard cheyga verb undu പക്ഷെ guard against എന്ന് പറഞ്ഞാൽ ഒരു ഇതിനെ എതിർക്കണം നമ്മൾ you are trying to protect something or you are trying to prevent something from happening ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ അവരെ പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് അതിനെയാണ് ഗാർഡ് അഗൈൻസ്റ്റ് എന്ന് പറയാം ഗാർഡ് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാണ് കേട്ടോ ഗാർഡ് അഗൈൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഹാപ്പനിങ് എന്തൊരു കാര്യം സംഭവിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് യു ആർ പ്രിവെന്റിങ് സംതിങ് ഫ്രം ഹാപ്പനിങ് അതിനെയാണ് ഗാർഡ് അഗൈൻസ്റ്റ് എന്ന് പറയാം ഓക്കെ ഗാർഡ് അഗൈൻസ്റ്റ് ഫ്രീസൽ വേർബ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്ന വേർബാണ് മീൻ പ്രൊട്ടക്ട് ഓക്കെ അടുത്ത ഇൻ ല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഫ്രേസ് ആണ് കേട്ടോ ഇൻ ല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് ഓക്കെ ഇൻ ല്യൂ പറയും ഇൻസ്റ്റെഡ് ഐ ഡു ദിസ് എന്ന് അതിന് പകരം എന്നല്ല പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് വരുമ്പോൾ അത് പ്രൊപ്പോസൽ ഫ്രേസ് ആയി അല്ലെ വെറും ഇൻസ്റ്റെഡ് ആണെങ്കിൽ അത് നമ്മൾ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാറ് ദാറ്റ്സ് എ ഡിഫറൻസ് ഓർത്തോളാം ഓക്കെ ഒന്ന് മനസ്സിലുണ്ടായിരിക്കണേ മാറിപ്പോവാതെ ഓർത്ത് വെച്ചോളാം ഇൻ ദ വേക്ക് ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കൊറോണ കേസസ് ഓൺലൈൻ ക്ലാസ് ആർ കംസ് ഇൻ ല്യൂ ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സസ് അല്ലല്ല ആർ കംസ് പറയില്ലോ ഇൻ ല്യൂ ഓഫ് ഇൻ വേക്ക് ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കൊറോണ കേസ് അല്ല കോവിഡ് കേസസ് കേട്ടോ ജിനു കോവിഡ് കേസസ് ഓൺലൈൻ ക്ലാസ്സസ് കംസ് ഇൻ ല്യൂ ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് കംസ് ഇൻ അല്ല കം ഇൻ ആർ കട്ട് ചെയ്യുക ആർ പ്ലസ് V5 വരില്ല പിന്നെ ക്ലാസ്സസ് അല്ലേ ക്ലാസ് പ്ലൂറൽ അല്ലേ അപ്പൊ വേർബ് പ്ലൂറൽ കൊടുക്കണ്ടേ കം കൊടുക്കാം ആർ കട്ട് ചെയ്യുക ആൻഡ് കം ഇൻ ല്യൂ ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സസ് കൊടുക്കാം കേട്ടോ okay I will seize your bike in lieu of money rendered by me all right it is of not to defer to him in the wake of our situation that's great he didn't get enough emoluments even though he holds an of not position in the outfit okay ഈ important position എന്നോ അല്ല ഞാൻ പറയട്ടെ
ഓഫ് നോട്ട് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓഫ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇങ്ങനെ രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ, അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഓഫ് നോട്ട് ഉപയോഗിക്കില്ലേ, അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിക്കുന്നത് ഒരു ഫ്രേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയാൻ വേണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അഡ്വേർബൽ എക്സ്പ്രഷൻ പോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നീ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഫേമസ് തന്നെ കൊടുക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് പൊസിഷൻ ഇൻ ദ ഔട്ട്ഫിറ്റ് എന്ന് ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കുക. അവിടെ ഓഫ് നോട്ട് എന്ന് അത് ഇംപ്രോപ്പർ ആയി യൂസേജ് വരും, ഇൻഅപ്രോപ്രിയേറ്റ് ആവും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം വിനു, അവിടെ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആയിട്ട് ഉപയോഗിക്കരുത്, ഫോർമുലേഷന്റെ സ്ഥാനത്ത്. In wake of recession, you will be thrown out of the job. All right. The need for bridal makeup is അവിടെ മേക്കപ്പ് ഒറ്റ വാക്ക, മേക്കപ്പ് രണ്ട് ഇതല്ല, ഫ്രേസൽ വെർബ് അല്ല, ക്ഷമാസേ, മേക്കപ്പ് ഒറ്റ വാക്ക്. Is inevitable whenever wedding is concerned. Okay. All right. That data is of note for the system to functioning. Okay. All right. That's great. You should face this situation in lieu of running away. That's great sentence. That's great sentence. Okay. അപ്പോൾ ലൈവിലുള്ളവർക്കൊക്കെ ഇത് മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ, എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുക. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക, ലൈക്ക് ഇടാത്തവർക്ക് ഒരു ലൈക്ക് ഇട്ടേ. ഷോ മി സം ലവ് പീപ്പിൾ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നോക്കിയേ, ഇന്ന് നമ്മുടെ ഫ്രേസൽ വെർബുകളും വൺ വേർഡ് ഇല്ല, യു കെൻ സി ഫ്രേസസും ഫ്രേസൽ വെർബ്സും എന്നുള്ളത് അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. Rescue team took over the operation in wake of plane crash in Nepal. Yeah, Nepal plane crash ഒരു വല്ലാത്തൊരു ഇതായിപ്പോയില്ല Sunday. The army guarded Kargil against attack from Pakistan. Great. It's highly imperative to protect people in Joshimath, and authorities must guard against environmental hazards. Great. He completed the project in wake of the competition. In wake of the rigid competition. Tight competition അല്ലേ, അപ്പോൾ ഇവിടെ rigid competition rigid അല്ല, rigid competition കേട്ടോ. Yeah. Increase in the use of masks and sanitizers guard against the spread of coronavirus. Yes. We should wear masks by guarding against COVID-19. Yes. Of course. He laid bare the new idea in wake of my request. That's a great sentence. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരുന്നോളൂ കേട്ടോ. കോവിഡ് കേസുകളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തമാശയായിട്ടിരിക്കരുത്. യു ഹാവ് ടു ബി സേഫ്. ഓൾ റൈറ്റ്. അപ്പം മേക്കപ്പ് ഓഫ് നോട്ട് ഒരു ഫ്രേസ് ആണ്, ഓർത്തോളാം. ടേക്ക് ഓവർ, in wake of, അതുപോലെ in the wake of, guard against, in lieu of. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രേസസും ഫ്രേസൽ വെർബ്സും ഒക്കെ. ലെറ്റ്സ് മൂവ് ടു ദി വൊക്കാബുലറി. നമുക്ക് വൊക്കാബുലറിലോട്ട് പോലെ. സുകന്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, കുറെ നാളായല്ലോ അല്ലേ. The armed forces were on high alert to guard against any retaliation. Great sentence. Moving on, നമുക്ക് വൊക്കാബുലറിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വർഷം വന്നിട്ടുണ്ട് അല്ലെ, ഇനിയും വരാൻ പോകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും വെറുതെ വിട്ട് കളയരുത്. അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യമാണ്. കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, CHSLന്റെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ PYQ സെഷൻസ് ഒക്കെ ചെയ്തു നോക്കുക, CGLന്റെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടല്ലേ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏറെക്കുറെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ച് കുഴപ്പമില്ല, ഫസ്റ്റ് ബാച്ച് റെക്കോർഡ് തീർക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ച് ഒരുമാതിരി ഒരു ഹാഫ് കഴിഞ്ഞു അല്ലെ. അപ്പം ഇനി ആരെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ച് ഇവിടെ ഉണ്ട്. യു ക്യാൻ ഓൾവേസ് കം ആൻഡ് ജോയിൻ us. കാരണം നമ്മുടെ ക്ലാസ് ലൈവും ഉണ്ട്, അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 2240 രൂപയ്ക്കുള്ള നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളറിന്റെ പോസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, യു ക്യാൻ ഓൾവേസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ISROന്റെ ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നലെ കൊണ്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാഫിക് കൺട്രോൾ പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ISROന്റെ നമ്മുടെ ബാച്ചിലോട്ട് ആയിക്കോട്ടെ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ക്ലാസ്സിൽ വരാം, ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ കാണാം, കൃത്യമായിട്ട് പഠിച്ചു പോവുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഇതെല്ലാം കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ്. മൂവിങ് ഓൺ ഫോർ വേർഡ്സ്. നമ്മുടെ ആദ്യത്തെ വേർഡ് നോക്കിയേ, ഇന്നത്തെ സിനണിം ആന്റണിം റിലേറ്റഡ് വേർഡ്സിലെ ആദ്യത്തെ വേർഡ് ആംപ്ലിഫൈ ചെയ്യുക. നമ്മൾ ആംപ്ലിഫയർ കേട്ടിട്ടുണ്ടല്ലോ. ആംപ്ലിഫയർ എന്തിനാ? ഒച്ച കൂട്ടാൻ വേണ്ടി നമ്മൾ ആംപ്ലിഫയർ അല്ലെ, ഒച്ച കൂട്ടുക, അതിനാണ് നമ്മൾ ഒരു കാര്യത്തിന്റെ ശബ്ദം കൂട്ടുക, അതിനെ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയാം. ലൗഡൻ, ഇൻക്രീസ്, പിന്നെ ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതല്ലാതെ നമുക്ക് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ആംപ്ലിഫൈ ചെയ്യാന്ന് പറയും. ഡെവലപ്പ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. ആ ഒരു അർത്ഥം കൂടെ ആംപ്ലിഫൈനുണ്ട് കേട്ടോ. ആംപ്ലിഫൈക്ക് ലിറ്ററലി നമ്മൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒച്ച കൂട്ടുക എന്ന് പറയില്ലേ, ഇതിന്റെ അല്ലെ, ശബ്ദം കൂട്ടുക. അതല്ലാതെ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ആംപ്ലിഫൈ എന്ന വാക്കിന് പറയും.
അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കാണ് ഇൻഇക്വിറ്റി. ഇനിക്വിറ്റി ഇനീക്വാളിറ്റി മാറിപ്പോരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇനീക്വാളിറ്റി ഒരു സാധനമുണ്ട്, ഇക്വാളിറ്റി ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്, ഇനീക്വിറ്റി ഉണ്ട്. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈക്വൽ അല്ലാത്ത അസമത്വം, അതിനാണ് ഇനീക്വാളിറ്റി പറയുക. അസമത്വം, ഈക്വൽ അല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട്. ഇപ്പം എന്റെ കയ്യിൽ 100 രൂപ, ഞാൻ എപ്പോഴും പറയും എന്റെ കയ്യിൽ 100 രൂപ ഞാൻ 10 പേർക്ക് 10 രൂപയായിട്ട് കൊടുത്താൽ ദാറ്റ് ഇസ് ഈക്വാളിറ്റി. എല്ലാവർക്കും എല്ലാവരും അല്ലെ, എല്ലാവർക്കും ഒരേപോലെ ഞാൻ തരുള്ളൂ എന്ന് പറയും. നമ്മുടെ റൈറ്റ്സ് ഒക്കെ നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുക്കണം, ഡിവൈഡ് ചെയ്യണം എന്ന് പറയും അല്ലെ. ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് റൈറ്റ്സ് കൊടുക്കണം. കാരണം അവിടെ നമ്മളൊന്നും നോക്കണമില്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ അല്ലെ. കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, അതുപോലെ തന്നെ വെൽത്ത്, എല്ലാം അതൊക്കെ നോക്കിയിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുക്കണം, എന്താണ് റൈറ്റ്സ് എന്നൊക്കെ പറയും. പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇക്കണോമിക് റിസർവേഷൻ ഒക്കെ കൊടുക്കുന്നത്? റിസർവേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ? ബിക്കോസ് ഓഫ് ഈക്വിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം, വെൽത്ത് ഉള്ളവന് വെറുതെ 10 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. ഉള്ളവന് 2 രൂപ 1 രൂപ കൊടുത്താൽ മതി. ബാക്കി ഇല്ലാത്തവന് ആ 9 രൂപ നമുക്ക് അല്ലെങ്കിൽ 8 രൂപ കൊടുക്കാമല്ലോ. അതിനാണ് ഈക്വിറ്റി എന്ന് പറയാം. ഈക്വിറ്റി. അപ്പം ഇനീക്വാളിറ്റി ഈസ് അസമത്വം, അപ്പൊ നെഗറ്റീവ് ആണ്, പ്രിഫിക്സ് ഓർത്തോളാം. ഇക്വിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ഇനീക്വിറ്റി അല്ലെ, ഇനീക്വാളിറ്റി പോലെ തന്നെ. അപ്പൊ ഓർത്തോളാം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇനീക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫെയർനെസ് ആണ്, അത് അല്ലെ, ഫെയർ അല്ലാത്ത അവസ്ഥ. ഇൻജസ്റ്റിസ്, ബയസ് അല്ലെങ്കിൽ പ്രജുഡിസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമല്ലോ. നമ്മള് ഇനീക്വിറ്റിയോട് ഒരാളെ ഇതാക്കുമെന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാം അല്ലെ. വേണ്ടത് നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പാന്ന് പറയാം, അതാണ് ഈക്വിറ്റി എന്ന് പറയാം. അപ്പൊ ഇനീക്വിറ്റി അതല്ലാതിരിക്കുന്ന അവസ്ഥ, അൺഫെയർനെസ്, ഇൻജസ്റ്റിസ്, ബയസ്, പ്രജുഡിസ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതേ എക്സാമ്പിൾ ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു ഈക്വിറ്റി ആൻഡ് ഇനീക്വിറ്റി, അതിന്റെ ഓപ്പോസിറ്റ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് എൻവിഷൻ ചെയ്യാം. എൻവിഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, എൻവിസാജ് ചെയ്യുക, പിക്ചർ ചെയ്യുക, അതിനാണ് എൻവിഷൻ ചെയ്യുക എന്ന് പറയാം അല്ലെ. നമുക്കൊരു വിഷൻ ഉണ്ട്, അത് നമ്മൾ ദീർഘമായിട്ട് അതിനെ ഇങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് എൻവിസാജ് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നതിനെ, ഇമാജിൻ ചെയ്യുന്നത് നമുക്ക് പറയാം എൻവിഷൻ ചെയ്യുക അല്ലെ. ഐ എൻവിഷൻ എ പ്രോസ്പെറസ് ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഗ്രീനർ പ്ലാനറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അതാണ് എൻവിഷൻ ചെയ്യുക എന്ന് പറയാം അല്ലെ. നമ്മൾ കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്, ഇറ്റ്സ് നോട്ട് ന്യൂ ടു us, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലെ. Okay, in the wake of tardy tactics, the referee sanctioned the opponent player, punished. Okay, I prefer public transportation in lieu of driving. That's great. You have two options: either take over your family business or make up with your business partner. That's great. Okay, that's great. In the lieu of concealing the mistakes, it's imbecile to play. All right, all right. In lieu of following the COVID protocol, some people came up with certain strange medicines against it. Yes, some people do. എപ്പോഴുള്ളതല്ലേ അത്. എനിക്ക് നിപ്പ ഇറങ്ങിയ സമയത്ത് നിപ്പയെ പറ്റി പറഞ്ഞില്ലേ, ഇതിനകത്ത് പുതിയ നാടൻ മരുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ. In wake of increasing COVID cases, we should be careful. Yes, we should be alert. അല്ലേ. Manu prefers campaigning study in lieu of studying alone. Combined study. It's ഇത് ഈ കമ്പൈൻ അല്ല പാർവതി, കമ്പൈൻഡ്, ഒരുമിച്ചുള്ള സ്റ്റഡി അല്ലേ. കമ്പൈൻഡ്, ക്യാമ്പയിൻ ഇസ് ഡിഫറെന്റ്, ക്യാമ്പയിനിങ് ഇസ് സംതിങ് ഡിഫറെന്റ്. കമ്പൈൻഡ് സ്റ്റഡി, COMBINE എല്ലാവരും ഒരുമിച്ചിരുന്നിരിക്കാം, ഗ്രൂപ്പ് സ്റ്റഡി അല്ലേ, ദാറ്റ്സ് ഡിഫറെന്റ് കേട്ടോ. സ്പെല്ലിംഗ് മാറിപ്പോയി. വി ഷുഡ് വെയർ മാസ്ക് ഇൻ ദ വേക്ക് ഓഫ് സ്പ്രെഡിംഗ് ഓഫ് കോവിഡ് കേസസ്. യെസ്, വി ഷുഡ്. കേരള ഗവൺമെന്റ് ഗാർഡ്സ് അഗൈൻസ്റ്റ് വൈൽഡ് അനിമൽസ് against wild against കഴിഞ്ഞിട്ട് വൈൽഡ് against is a proposition വേണ്ടി ക്ലോസ് കൊടുക്കാൻ പറ്റില്ല ഷൈനി. ഇങ്ങനെ കൊടുക്കാം കേരള ഗവൺമെന്റ് ഗാർഡ്സ് അഗൈൻസ്റ്റ് വൈൽഡ് അനിമൽസ് എൻട്രിങ് നിയർ ബൈ പ്ലേസസ് ഫ്രം ഫോറസ്റ്റ് കൊടുക്കുക. അവിടെ വേണ്ട, അവിടെ കൊടുക്കുമ്പോൾ പ്രശ്നം. വൈൽഡ് അനിമൽസ് എൻട്രിങ് നിയർ ബൈ പ്ലേസസ് ഫ്രം ഫോറസ്റ്റ് കൊടുക്കുക. He failed to guard against the fractious behavior of his brother. That's great. She amplified her inner voice. That's great. We must amplify our effort by working a lot harder. Okay. All right. Anti-people policies of the government amplified the protests. All right. In lieu of unconstitutional remarks made by Vice President, now the Law Minister Kiran Rijiju also expressed his comment against collegium system. Okay. Don't be lazy. Amplify your preparation. That's great. Extravagant Arthi usually amplifies the silly fights which can be ignored. All right. You're facing inequity in the society. Of course we are. Employees stood up to their boss in the wake of his iniquity. All right. There are many iniquities in our healthcare system. Of course. ഒരുപാട് iniquities ഉണ്ട്. സത്യം. Though the constitution says that everyone is equal before law, our government system often shows iniquity towards weaker sections. Yes. എന്നെ വിട്ടുപോയതല്ലേ ഷമാസെ. Okay.
It is better to consult a doctor in lieu of taking medicine yourself, of course. Don't be a doctor, don't try to be a doctor. He had an extraordinary power of making up about anything he saw. About വേണ്ട ഇങ്ങനെ കൊടുത്താൽ മതി ജിനു. He had an extraordinary power of making up anything he saw. എന്ന് കൊടുത്താൽ മതി കേട്ടോ. I always envision ഐയുടെ കൂടെ ഒരിക്കലും സിംഗുലർ കൊടുക്കില്ല കേട്ടോ. ഐ എപ്പോഴും ഒരു പ്രത്യേകത ഉള്ളതാണ്. ഐയുടെ കൂടെ ആകെപ്പാടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് വാസ് വരുമ്പോഴാണ്. ബാക്കി എല്ലാ വേർബുകളും ഉപയോഗിച്ചാൽ അത് പാസ്റ്റ് ടെൻസ് പ്രസന്റിലെല്ലാം പ്ലൂറലാണ് ഉപയോഗിക്കുന്നത്. ഫുൾ പ്ലൂറലാണ് ഉപയോഗിക്കുന്നത്. ആകെപ്പാടെ വാസ് എന്ന വേർബ് മാത്രമേ നമ്മൾ ഐയുടെ കൂടെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. ബാക്കി എല്ലാം പ്ലൂറൽ വേർബുകളാണ്. ഓർത്തോണം അത് മാത്രം. അതുകൊണ്ട് ഐയുടെ കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. ഐ ഓൾവേസ് എൻവിഷൻ മൈ ലൈഫ് ആഫ്റ്റർ ഗെറ്റിംഗ് എ ജോബ്. കേട്ടോ മീ walking. Simple machine used to amplify force, physical force. Okay, all right, that's great. In the wake of idiosyncrasies, the government coerced to amplify the price of fuel. That's great. Good morning, Pravi. His iniquity towards his employees is questionable, right? We should envision about global warming, all right? Envision about future is my greatest inspiration. Shan, envision about future alla, envisioning about future. കേട്ടോ എൻവിഷനിങ് അവിടെ വേർബ് അല്ലേ, വേർബ് ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല. അതിന് ജെറൻഡ് ഫോർമുലേഷൻ കൊടുത്തോളൂ, അപ്പൊ അത് കറക്റ്റ് ആവും. ആംപ്ലിഫിക്കേഷൻ ഇസ് ഇൻഹെറന്റ് when you deal with top brass antics. Okay, naysayers strongly criticize the verdict in the wake of laying by the perpetrators in lieu of letting off them അല്ല letting them off കേട്ടോ വിനു, letting them off. Okay. Afforestation must be amplified, then only wild animals will not enter inhabited areas. Okay, all right. Teachers try to envision their lessons for their children for better learning. Yes. Oh, envision the end vittu idale. Yes. Okay, I understand. End vittu ippala ഞാൻ ശ്രദ്ധിച്ചേട്ടോ. Thank you. ഞാൻ ഓർക്കും ഇത് എന്താണ് വിട്ടു എന്ന്. ഞാനത് വായിച്ചിട്ട് എനിക്കത് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. എൻവിഷൻ ഒരു എന്നെ വിട്ടു ഇപ്പഴാ കത്തിയത്. ഓക്കെ, ക്ലിയർ. താങ്ക് യു സോ മച്ച്. അടുത്ത ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഉറക്കമായിരുന്നു തോന്നുന്നു. ഞാൻ എന്റെ നന്ദീഷിന്റെ സെന്റൻസ് വരെ ഞാൻ തിരിച്ചാ വായിച്ചത്. അപ്പൊ പിന്നെ ഫുൾ ഉറക്കത്തിന്റെ തോന്നുന്നു. എഞ്ചിൻ കംപ്ലീറ്റ്ലി ഇൻടു. ഓക്കെ, അടുത്ത് പിടിക്കാം. എക്സ്പെഡൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെഡൈറ്റ് ഇസ് വേർബ് കേട്ടോ. എക്സ്പെഡൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ വേർബ്. എക്സ്പെഡീഷ്യസ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. എക്സ്പെഡീഷ്യസ് അഡ്ജക്റ്റീവ് ഓർത്തോളാം. സോ എക്സ്പെഡൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്പീഡ് അപ്പ് ചെയ്യാം. എക്സ്പെഡീഷ്യസ് സ്പീഡി ആയിട്ടുള്ളതെന്ന് പറയില്ലേ, എക്സ്പെഡീഷ്യസ് സ്പീഡി ആയിട്ടുള്ളതെന്ന് പറയും. എക്സ്പെഡീഷ്യസ് TIOUS expeditious adjective ആണ്. Okay, so expedite ചെയ്യാ, സ്പീഡ് അപ്പ് ചെയ്യാ, ആക്സലറേറ്റ് ചെയ്യാ, ഹറി ചെയ്യാ, ക്വിക്കൻ ചെയ്യാ എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് എക്സ്പെഡൈറ്റ്. വേർബ് ആണ്. എക്സ്പെഡൈറ്റിംഗ് ING ഫോർമുലേഷനിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. adjective ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, gerund ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ യൂസ് ചെയ്യില്ല. പാർട്ടിസിപ്പിൾ ആൻഡ് gerund ഫോർമുലേഷൻ ING ഫോർമുലേഷൻ ഉപയോഗിക്കുമല്ലോ. സോ എക്സ്പെഡൈറ്റ് എന്ന് പറഞ്ഞ വേർബ് എക്സ്പെഡീഷ്യസ് അഡ്ജക്റ്റീവ് ആണ്. സ്പീഡ് അപ്പ് ചെയ്യുക, ആക്സലറേറ്റ് ചെയ്യുക, ഹറി ചെയ്യുക, ക്വിക്കൻ ചെയ്യുക, അതാണ് എക്സ്പെഡൈറ്റ് എന്ന വേർബിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് റെസിലിയന്റ്. എന്താ റെസിലിയന്റ്? റെസിലിയൻസ് നമുക്കറിയാം അല്ലെ, റെസിലിയൻസ് ടുവേർഡ് സംതിങ്. ഒരു ഇതിനോടുള്ള നമുക്കൊരു റെസിലിയൻസ് വേണം, സ്ട്രെങ്ത് വേണം എന്ന് പറയല്ലേ റെസിലിയൻസ്. സോ റെസിലിയൻസ് നൗൺ ആണ്, INC അല്ലെ. റെസിലിയൻസ് നൗൺ ആണ്. റെസിലിയന്റ് ഇസ് അഡ്ജക്റ്റീവ്. സോ സ്ട്രോങ് ആണ്, ടഫ് ആണ്, ഓർ ഹാർഡി ആണ്, ഫ്ലെക്സിബിൾ ആണ്, പ്ലയബിൾ ആണ്. രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് സ്ട്രോങ്, ടഫ് ആൻഡ് ഹാർഡി എന്ന് പറയാം, അല്ലെങ്കിൽ റെസിലിയന്റിന് ഫ്ലെക്സിബിൾ, പ്ലയബിൾ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഓർത്തോണം, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലും കൂടെ റെസിലിയന്റ് പറയും കേട്ടോ. ഓർത്തോണം. Yes. Can you envision the situation? That's a great sentence. His resilient approach towards the problems amplify the confidence of employees. That's great. Amplify a capital venda to. Actually, capital venda sentence. Resilient determination helps you to expedite your practice. That's great. Expedite the packing of bags. We are leaving the place as soon as possible. That's great. It is the honors of the associates to envision the sellout of project when they heard the contour of the theme. Okay, all right. അപ്പൊ എടാ അത് പാസ്റ്റൻസ് അല്ലേ പറഞ്ഞ, അവര് കോൺട്യൂർ കേട്ടപ്പോൾ when they heard അല്ലേ, അപ്പൊ അത് പാസ്റ്റൻസിൽ തന്നെ വേണം. ഇറ്റ് വാസ് ഓണേഴ്സ് ഓഫ് ദ അസോസിയേറ്റ്സ് എന്ന് വേണ്ട അപ്പൊ കൊടുക്കാനായിട്ട്. പാസ്റ്റിലാണെങ്കിൽ സംഭവിച്ച കാര്യത്തെ പറ്റി ആണെങ്കിൽ പറയുന്നെങ്കിൽ വേണ്ടേ. നോക്കിക്കേ വിനു, she envisaged a beautiful story from his drawing. That's great. ഇല്ല, ഹേസ്റ്റി അല്ലടാ, ഹേസ്റ്റി അഡ്ജക്റ്റീവ് ആണ്. ഹേസ്റ്റി അഡ്ജക്റ്റീവ്.
hasty adjective idalla hasty ennulla adjective nee idenne choiche haste noun a namakku vendad endha ninakku idin choikkana hasty parayu ivide adjective aayittu parayanengi hasty ennu parayum verb aanengilo hasten verb hasten keto haste noun hasten verb hasty adjective keto usage കൂടെ ഓർത്തോണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഈ adjective formulation noun formulation verb formulation ഒക്കെ സെപ്പറേറ്റ് പറഞ്ഞു തരുന്നത് hasten verb haste ചെയ്യുക noun haste noun അതുപോലെ hasty adjective ആണ് അപ്പോൾ നീ ചോദിച്ച expedite-ന്റെ synonym ആയിട്ട് വരണമെങ്കിൽ hasten ചെയ്യുക എന്നുള്ളത് വരണം കേട്ടോ ഇനിയും അതൊന്ന് ശ്രദ്ധിച്ചോണേ ചോദിച്ചതല്ലേ there is always inequality in after covid ഇല്ല inequality in after covid-19 ഇല്ല ഇന്ന അവിടെ കട്ട് ചെയ്ത് കളയാ അവ മോളെ ഇന്നും after ഒരുമിച്ച് വേണ്ട there is always inequality after covid pandemic എന്ന് കൊടുത്താൽ മതി കേട്ടോ most of the working women expedite the children kitchen work then only they go to their work yes be resilient it is not a pushover okay justice delayed is justice denied so our justice system should expedite its procedures to bolster the faith of common people okay great amplifying pollution deteriorates air quality in Delhi yes use ultratech cement for a resilient building oh amla parasiyano adivali ഒന്നാമതെ അതിന്റെ പരസ്യം കൊണ്ട് ഇപ്പൊ നിൽക്കാൻ പറ്റില്ല ഇനി ഇതിന്റെ കൂടെ ഒരു കുറവ് ഉണ്ടായിരുന്നല്ലോ the builders promise to expedite the repairs great she envisions about her future that expedite her to work hard okay അപ്പൊ അവൾ envision ചെയ്യുന്നത് that expedites കൊടുക്കണം that expedites her to work hard ആണ് കേട്ടോ that expedites her to work hard expedite the preparations exam are impending that's great Shamas adheres to envision propounded envision എന്ത് envision something അല്ലേ അന്നേരെ propounded അവിടെ വരുള്ളൂ envision propounded by വരില്ല envision something എന്തൊരു കാര്യം propounded by makers of constitution and he took resilient decisions in order to remove the inequality faced by weaker communities in society കേട്ടോ അവിടെ ആ propounded എന്ന് പറഞ്ഞ അടുത്തൊരു ക്ലോസ് വരുന്നത് കൊണ്ട് അവിടെ ഒബ്ജക്റ്റ് വേണം കേട്ടോ ആരതി എൻവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ട്രാൻസിറ്റീവായിട്ട് ഇൻട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേർബാ പക്ഷെ ഇവിടെ ഇതിന് ട്രാൻസിറ്റീവ് യൂസേജ് വേണം കാരണം ഇവിടെ ആ പ്രൊപ്പൗണ്ടഡ് കൂടെ വരുമ്പോൾ അതിനെ എന്ത് പ്രൊപ്പൗണ്ട് ചെയ്തു എന്നുള്ളത് വരണം കേട്ടോ ഹിസ് resilient approach against every problem is one of his good quality right Indira Gandhi is a resilient woman in Indian history yes we can expedite as a study അല്ല study എന്ന് പറയുന്നതല്ല സ്റ്റഡീസ് ആണ് പഠനം കണ്ടെത്തൽ ആ ഒരു അർത്ഥമില്ല സയന്റിഫിക് സ്റ്റഡി അത് പഠനം എന്നാണ് പക്ഷെ നമ്മുടെ ഒരു ഇതിന് പറയില്ല സ്റ്റഡീസ് പഠനം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡീസ് ആ സ്റ്റഡീസ് ഒരു നമ്മളൊരു സബ്ജക്ട് പഠനമില്ലേ അത് പ്രിപ്പറേഷൻ അത് കേട്ടോ സ്റ്റഡീസ് കൊടുക്കണേ പ്രവി the expedition of viewers a common whenever Rindu leads poster sessions okay അമ്മാസെ ഇഷ്ടപ്പെട്ടു you should have a resilient foundation in the indigenous language for applying this post that's great he expedited in the last lap of the race that's great ours is one of the most resilient democracies in the world yes I know that you are resilient enough to harness them that's great they didn't envision any problems with her prose that's great you should expedite your studies without piling up your portions that's great to envision goals propounded by okay Arati that's a great sentence good morning Lakshmi good morning inequity in every government schemes made him angry that's great Arati is envisioning about taking over the legacy anticipated her in being recording female all right okay let's move on to the next set people Foggia അടുത്താണ് Foggia what is Foggia എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം Foggia എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ചെയ്യാം നമുക്കല്ലേ മെറ്റൽസ് കാസ്റ്റ് ചെയ്യാൻ പറയും അല്ലേ അടിച്ച് ഒരു പരുവത്തിൽ മാറ്റിയെടുക്കുക അതിനെ Foggia എന്ന് പറയും ഒരു കാര്യത്തിന് അടിച്ച് നമ്മളൊരു സെറ്റാക്കി എടുക്കില്ല നമ്മൾ എന്താ പറയാ കൊല്ലം എന്താ പറയുക ബ്ലാക്ക് സ്മിത്ത് കൊല്ലന്മാരില്ലേ അവർ പറയല്ലേ എനിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കൊല്ലന്റെ ആലയിൽ മെറ്റൽസ് ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാന്ന് പറയും ഫൗണ്ട് ചെയ്ത അതിന്റെ വിളിക്കുന്ന പേരെന്താ ഫൗണ്ടറി യെസ് ഇറ്റ്സ് ഫൗണ്ടറി യെസ് ഫൗണ്ടറി അല്ലേ നമ്മൾ പറയുന്ന സ്ഥലം യെസ് അതിനെ ബ്ലാക്ക് സ്മിത്ത് ചെയ്യുന്ന സ്ഥലത്തിന് ആ വർക്ക്ഷോപ്പിന് പറയുന്ന പേരാണ് ഫൗണ്ടറി സോ അതിനാണ് ഫൗണ്ട് ചെയ്യാം or കാസ്റ്റ് ചെയ്യാം ഒരർത്ഥം ഫോർജ് ചെയ്യാം നമ്മൾ ഇന്ന കാര്യമൊക്കെ കോയിൻസ് ഒക്കെ ഫോർജ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ആ സാധനം അല്ലാതെ ഫോർജ് ചെയ്യുന്നതിന് ലിറ്ററലി പോസിറ്റീവ് മീനിങ് ഉണ്ട് ക്രിയേറ്റ് ചെയ്യുക ബിൽഡ് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മീനിങ് നോട്ട് ചെയ്തോളൂ ഒന്ന്
നമ്മളൊരു കാര്യം കാസ്റ്റ് ചെയ്തെടുക്കുക, കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നൊരു അർത്ഥം. അല്ലാതെ ക്രിയേറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം. ഫൈനല്ലേ ഒരു കാര്യത്തിന് നമ്മളൊന്ന് വാർത്തെടുക്കുക എന്നൊക്കെ പറയാം, ആ ഒരു അർത്ഥത്തിൽ ഫോർജ് ചെയ്യാന്നുണ്ട്. സോ ഇവിടെ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. പക്ഷെ രണ്ടർത്ഥം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ. അടുത്തത് ഇയർ മാർക്ക് ആണ്. നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വെർബ് ആയിട്ട് ഉപയോഗിക്കാം, ഒരേ മീനിങ് ആണ്. ഇയർ മാർക്ക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അട്രിബ്യൂട്ട്, ഫീച്ചർ എന്നൊക്കെ പറയും. ഇയർ മാർക്ക്, ഇറ്റ്സ് എൻ ഇയർ മാർക്ക്. It's an earmark of your it's an earmark of you. നിന്റെ ഒരു ക്യാരക്ടർ ആയത്, നിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആ, നിന്റെ ഒരു അട്രിബ്യൂട്ട് ആയത്, നിന്റെ ഒരു ഫീച്ചർ ആയത് എന്നൊക്കെ പറഞ്ഞത് ദാറ്റ് ഇസ് ഇയർ മാർക്ക്. എന്നാൽ ഇയർ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാലോ ഡെസിഗ്നേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസൈൻ ചെയ്യുക. ഒരാൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിയമിക്കുകയാണ്, അസൈൻ ചെയ്യാണ്, ഡെസിഗ്നേറ്റ് ചെയ്യാണ്, അതിനാണ് ഇയർ മാർക്ക് ചെയ്യുക എന്ന് പറയാം. ഒരു കാര്യം ഇയർ മാർക്ക് ചെയ്യുക എന്നൊക്കെ പറയാം, ഒരു കാര്യം അസൈൻ ചെയ്യുക എന്നൊക്കെ പറയില്ല, ആ സാധനത്തിനാണ് ഇയർ മാർക്ക് ചെയ്യുക എന്ന് പറയാം. സോ സെയിം മീനിങ് തന്നെ നൗൺ ആയിട്ടും വെർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഇയർ മാർക്ക്. ഓക്കെ, അടുത്താണ് ഇൻസെന്റീവ്. ഇൻസെന്റീവ് പറയുമ്പോൾ ഓർത്തോണം, ഞാൻ എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻസെന്റീവ് ഇസ് നൗൺ എങ്കിൽ വെർബ് ഫോർമുലേഷൻ എന്താ? ഇൻസെന്റിവൈസ്. ഇൻസെന്റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവ് കൊടുക്കുക കേട്ടോ. ദാറ്റ് ഇസ് ഇൻസെന്റീവ് കൊടുക്കുക ഒരാൾക്ക് നമ്മൾ, ദാറ്റ് ഇസ് ഇൻസെന്റിവൈസ്. ഇൻസെന്റിവൈസ് ഇസ് വെർബ്, ഇൻസെന്റീവ് നൗൺ ആണ്. സോ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെന്റ്, മോട്ടിവേഷൻ എന്നൊക്കെ പറയാലോ. അല്ലാതെ വേറെ അർത്ഥങ്ങളുണ്ട്. ഇൻസെന്റീവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുത്തു അല്ലെ, ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഇൻസെന്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേയ്മെന്റ്, ബോണസ് എന്നൊക്കെ പറയും. സോ ഇൻസെന്റീവിന് നമ്മുടെ അല്ലെ ഇൻസെന്റീവ്, എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കില്ല, ബോണസ് കിട്ടിയോ, പേയ്മെന്റ് കിട്ടിയോ, അതാണ് അഡീഷണൽ എക്സ്ട്രാ പേയ്മെന്റും ബോണസിനൊക്കെയാണ് ഇൻസെന്റീവ് എന്ന് പറയാം. അല്ലാതെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെന്റ്, മോട്ടിവേഷൻ, ഒരു ബൂസ്റ്റ് ഒക്കെ പറയില്ലേ, അതിന് ഇൻസെന്റീവ് എന്ന് പറയും കേട്ടോ. രണ്ടർത്ഥം ഉണ്ടേ, ഓർത്ത് വെച്ചോളാം. അടുത്ത റിലയൻസ്, റിലയൻസ് ട്രെൻഡ്സ്, റിലയൻസ് സ്റ്റോർ ഒക്കെ നമുക്കറിയാം. സോ റിലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഡിപ്പെൻഡൻസ്, ക്രെഡിറ്റ്, ട്രസ്റ്റ്, കോൺഫിഡൻസ്, വിശ്വാസം, അതല്ലേ അല്ല. അല്ലെങ്കിൽ നമ്മളൊരാളുടെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ, ആശ്രയം, ദാറ്റ് ഇസ് റിലയൻസ് കേട്ടോ. അപ്പോൾ റിലയൻസ് എന്ന് പറയുന്നതിന് പോലെ റിലയന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്, റിലയന്റ് അഡ്ജക്റ്റീവ് ആണ്. റിലയന്റ് അഡ്ജക്റ്റീവ്, റിലയൻസ് നൗൺ. എങ്ങനെയാണോ റെസിലിയൻസും റെസിലിയന്റും വന്നില്ലേ, അതുപോലെയാണ് റിലയൻസും റിലയന്റും. ഓർത്തോണം, നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ഓർ വേരിയേഷൻസ് ഓർത്തോണം. അടുത്ത ലിഞ്ച്പിൻ, കേട്ട് പരിചയമുള്ള വാക്ക് തന്നെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെന്റൻസ് സ്ട്രക്ചറിംഗിൽ നിങ്ങൾ ഉപയോഗിക്കാറില്ല, ഷമാസും വിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നു സെന്റൻസ് സ്ട്രക്ചറിംഗിൽ. സോ ലിഞ്ച്പിൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഹെഡ്, മാസ്റ്റർ. ഹീസ് എ ലിഞ്ച്പിൻ ഓഫ് എ സൊസൈറ്റി. ഞങ്ങളുടെ സൊസൈറ്റിയുടെ ലിഞ്ച്പിൻ ഇങ്ങേര ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഹെഡ്, മാസ്റ്റർ. ഇയാളില്ലെങ്കിൽ ഒന്നുമില്ല എന്നല്ലേ, കീ സ്റ്റോൺ ആണ്, ബാക്ക് ബോൺ ആണ്, ദാറ്റ് ഈസ് ലിഞ്ച്പിൻ. ഇയാളില്ലെങ്കിൽ അല്ലെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ആൾ, അതിനെയാണ് ലിഞ്ച്പിൻ എന്ന് പറയാം, ഓർത്തോണം. ഓക്കെ, അപ്പോ നോട്ട് ഇറ്റ് ഡൗൺ എവ്രി വൺ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കട്ടെ, അടുത്ത സെൻസ് നോക്കട്ടെ. നൗഡേസ് എവറി ഗേൾസ് അല്ല. ഷൈനി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇനി അത് പറയുമ്പോൾ റിമെമ്പർ, ഇത് ഒരിക്കലും ഇനി തെറ്റിക്കാൻ പാടില്ല. എവ്രിയുടെ കൂടെ ഒരിക്കലും തെറ്റിക്കാൻ, ഞാൻ പിന്നെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവ്രിയുടെ കൂടെ, ഈച്ചിന്റെ കൂടെ, ഐദറിന്റെ കൂടെ, നൈദറിന്റെ കൂടെ, ഇങ്ങനെയുള്ളത് വന്ന ഓർത്തോണം. ഇവരെല്ലാം വന്ന ഇവയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? ഇവ ഒരു ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും നൗൺ വരുമല്ലോ, സിംഗുലർ നൗൺ വരണ്ടേ. മാത്രമല്ല സിംഗുലർ നൗൺ വന്നു കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ഉപയോഗിക്കുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ വേർബ് ആയിരിക്കണം. ഇനി ഇവരുടെ കൂടെ നമ്മളിപ്പോ എവറി ഇല്ല, ബാക്കി ഈച്ചും നൈദറും ഐദറും ഒക്കെ നമുക്ക് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഐദർ ഓഫ് സംതിങ് അല്ലെ, ഐദർ ഓഫ് ഗേൾസ്, ഐദർ ഓഫ് ദി ഗേൾസ്, നൈദർ ഓഫ് ദി ഗേൾസ്, ഈച്ച് ഓഫ് ദി ഗേൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്ലൂറൽ നൗൺ ഉപയോഗിക്കുന്നത്. പക്ഷെ വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും അല്ലെ, അത് ഓർത്തോണം. അപ്പൊ ഇവരെ നമ്മൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും ഓർത്തുള്ള ആ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന നൗൺ എപ്പോഴും സിംഗുലർ ആയിരിക്കണം, അതേപോലെ വേർബും സിംഗുലർ ആയിരിക്കണം. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. എക്സാമിന് വരാനുള്ള ഒരു കോൺകോർഡിലെ ബേസിക് പോയിന്റ് ആയത്. സോ nowadays every girl shows resilient nature to everywhere. To everywhere to വരില്ലല്ലോ. നേച്ചർ ടു ഒരിക്കലും പ്രിപ്പോസിഷൻ കൊടുക്കുവോ? അഡ്വേർബിന് മുമ്പ് പ്രിപ്പോസിഷൻ കൊടുക്കുവോ? ഇല്ല. ടു എവ്രി വൺ എന്ന് കൊടുത്തു, എല്ലാരോടും. എവ്രി വൺ എന്ന പ്രൊനൗൺ ആണെങ്കിൽ ഓക്കെ, ടു എവ്രി വൺ ഓക്കെ. അല്ലെങ്കിൽ എവ്രിവെയർ ആണെങ്കിൽ, റെസിലിയന്റ് നേച്ചർ എവ്രിവെയർ ആണെങ്കിൽ ആ ടു വേണ്ട. അഡ്വേർബിന് മുമ്പിൽ പ്രിപ്പോസിഷൻ നോ. പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് വേണ്ടേ, പ്രൊനൗണോ അല്ലെങ്കിൽ നൗണോ വരണ്ടേ. അപ്പം എവ്രി വൺ എന്തെങ്കിലും ഓക്കെ കേട്ടോ. Yes, studies Pravi. At last she reposted to his inequality. Okay. Unity in diversity is an earmark of India. Yes. The incentives given by Ardi made her juniors greedy. All right. You don't change your unique earmark for everyone. All right. There are 4 documents for the purpose of producing before the court. Okay. He closely scrutinized attributes of the product. That's great. Employees are the linchpin of a company. Right. You can forge your future yourself. That's great. The company incentivizes
Singular alle, company singular alle. Appo verb kodukkumbol incentivizes kodukande Parvati. Incentivizes the salary of the employees kodukka. You broke my reliance on you. All right, that's great. Nashipichu Vishwas alle. He's the linchpin of this company. Great. SNDP was forged by Dr. Pulp. Okay. Be a linchpin of someone's smile is the best way to create mesmerizing memories. Okay. Smile ഒക്കെ ഓക്കെയാണ്, കോൺസെപ്റ്റ് സൂപ്പർ ആണ്, പക്ഷേ ഗ്രാമർ അവിടെ തെറ്റിയില്ലേ? ബി എ ലിഞ്ച്പിൻ ആണോ? അല്ല, നീ അവിടെ കൊടുക്കുമ്പോൾ ജെറണ്ട് വേണ്ട, വെർബ് വെച്ച് V1 ഒരിക്കലും സബ്ജക്ട് വരില്ലല്ലോടാ. പിന്നെ എന്നെ കൊടുക്കണം ബീങ് എ ലിഞ്ച്പിൻ ഓഫ് സമ്മൺ സ്മൈൽ, ബീങ് എ ലിഞ്ച്പിൻ. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ബീങ് എ ലിഞ്ച്പിൻ കൊടുത്താൽ ഇറ്റ്സ് എ റൈറ്റ് വൺ. ഓക്കെ. My father is the linchpin of my family. That's great. Motherboard is the linchpin of the computer. Okay, great. Reliance of the family on her shows that she is the linchpin of that family. That's great. As a prudent man, Shamas easily nullified the forged documents and he evacuated those people with such documents from his company. Great. Article 32 is the linchpin of the fundamental right. Okay. My parents are the linchpin of my every success. Okay, that's great. Good morning, Sita. He forged the iron rod in the smithy. All right, that's great. You should forge a Reliant earmark. Okay. Expedited your study. Achieve like expedite. Dited വേണ്ടടാ. Expedite. ഞാൻ എന്ത് കൊടുക്കുക? Expedite to speed up your studies അല്ലേ? പഠനം എന്നല്ലേ? അപ്പൊ studies എന്ന് കൊടുക്കുക. Studies കൊടുക്കണം. Expedited എന്ന് കൊടുക്കരുത്. Expedite your studies. Achieve like linchpin and incentivize others by your life. Incentivizes വേണ്ട. മൂന്നും സജഷൻ ആണ് അല്ലെ? മൂന്നും സജഷൻ ആണ്. അപ്പൊ എങ്ങനെ കൊടുക്കണം? Expedite your studies. Achieve like linchpin and incentivize others by your life എന്ന് കൊടുക്കട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചില്ല? ഇറ്റ്സ് ഓക്കെ. ശ്രദ്ധ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കി, കെയർലെസ് മിസ്റ്റേക്സ് നമ്മൾ വരുത്തരുത് കേട്ടോ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഷാനെ എക്സ്പെഡൈറ്റഡ് മാറ്റണേ. ആക്ടിങ് വിത്ത് ഐസ് ഇസ് ദ ഇയർമാർക്ക് ഓഫ് ഫാദർ ഫാസിൽ. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ഡോണ്ട് ബി എ പപ്പറ്റ് ഓഫ് യുവർ ഫാദർ ഇൻ ലോ. ഫോഴ്സ് യുവർ ഓൺ സ്പേസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓ, ഫാദർ ഇൻ ലോ. ഓ ഗോഡ്, ഫാദർ ഇൻ ലോ ഒറ്റ വാക്കല്ലേ, അത് ഹൈഫനേറ്റഡ് വാക്കാണ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഫാദർ ഇൻ ലോ, എനിക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ല. ദിസ് ഇസ് റൈറ്റ് നൗ. ഇപ്പൊ എനിക്ക് കിട്ടിയത് ഓക്കെ. ഡോണ്ട് ബി എ പപ്പറ്റ് ഓഫ് യുവർ ഫാദർ ഹൈഫൻ ഇൻ ഹൈഫൻ ലോ. കേട്ടോ, ഫാദർ ഇൻ ലോ ഒറ്റ വാക്കാ. ഡോട്ടർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അത് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡാ. Your uneasing reliance on me is making me vitiated. Great. Virat Kohli is the linchpin of India's series win over Sri Lanka. Okay. ഇന്ത്യൻ സീരീസ് വിൻ കൊടുക്കുക. അപ്പൊ അത് കറക്റ്റ്. പിന്നെ ഇന്ത്യ കൊടുക്കുമ്പോൾ ഇന്ത്യൻ കൊടുക്കുമ്പോഴേക്ക് ഐ എപ്പോഴും ക്യാപിറ്റൽ കൊടുക്കണം എന്നുള്ള കാര്യം മറക്കല്ലേ. ഓർത്തോളൂ. ഇന്ത്യ മാത്രം ഏത് കൺട്രിയുടെ ഏത് കൺട്രിയുടെ പേര് കൊടുത്താലും കേട്ടോ. റിന്റു മാം ഇസ് ദ ലിഞ്ച്പിൻ ഓഫ് എഡിറ്റോറിയൽ സെഷൻ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ബട്ട് ഐ ഓൾവേസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു യു പീപ്പിൾ. നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എഡിറ്റോറിയൽ മുന്നോട്ട് പോകുന്നത് തന്നെ. സോ യു ആർ ദ ലിഞ്ച്പിൻ ഗൈസ്, നോട്ട് മീ. ദ ഇയർമാർക്ക് ഫീച്ചർ ഓഫ് enactments are to maintain status quo. That's great. For the happiness by doing what the heart says. That's great, Haripriya. Great sentence. Moving on to the next set, people. അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പൊ നമ്മൾ നോക്കുക, നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എന്നാ വരുന്നതെന്ന് പറഞ്ഞല്ലോ, കണ്ടു കാണുമായിരിക്കും അല്ലെ? ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന മെയ് മാസം ജൂൺ മാസം ഉണ്ടാവുമെന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഡേറ്റ് ഡിക്ലെയർ ആവും. മെയ് മാസം ജൂൺ മാസം ഉറപ്പിച്ചോ എക്സാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഠിക്കാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ് ഇനിയുള്ളത്. ഇനി നമുക്ക് താമസിക്കാല്ലോ, വൈഡായിട്ട് പഠിക്കണം. എന്നിട്ട് അടുത്ത് വരുന്ന ഡിഗ്രി എക്സാംസിനാണ് ഒക്ടോബർ മാസമൊക്കെ വരാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും നവംബർ മാസമോ സെപ്റ്റംബർ മാസമോ ഒക്കെ ആകുമ്പോഴേക്കും വരാൻ പോകുന്നത്. അത് സെപ്പറേറ്റ് ഡിഗ്രി പ്രിലിംസ് ആയിരിക്കും. പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നടത്താൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SI പോസ്റ്റിന്റെ ഒക്കെ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിലിംസിന് വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ആയിട്ടാവും നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് നമ്മളിപ്പോൾ 5ാമത്തെ ബാച്ച്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 5ാമത്തെ ബാച്ച്, ഡിഗ്രി പ്രിലിംസിന്റെ 5ാമത്തെ ബാച്ച്, SIയുടെ 2nd ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ഇപ്പോൾ ജനുവരി അല്ല ഫെബ്രുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കോഴ്സ് ഓൾറെഡി നമ്മുടെ അവൈലബിൾ ആണ്. ഇനി 1 മുതൽ തുടങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ പുതിയ ബാച്ച് ജോയിൻ ചെയ്യാം. ഓൾ പഠിച്ച ബാച്ച് മതി, കുഴപ്പമില്ല, എനിക്ക് ലൈവ് റെക്കോർഡ് കണ്ടാൽ മതി, അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പക്ഷെ ഓർത്തോളാം, പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവും റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വേഗം പഠിച്ചു തുടങ്ങാം നമുക്ക് കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് മാറ്റാനുള്ള സമയമില്ല. അതുപോലെ CPO കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതിന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞായിരിക്കും. പ്ലസ് ടു പ്രിലിംസിന്റെ ഒരു കീഴിലോട്ട് വരുന്നില്ല, അത് സെപ്പറേറ്റ് എക്സാം ആണ്. അതിന് പ്രിലിംസ് മാത്രമല്ല, പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്നില്ല, പ്രിലിംസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. വേഗം കോഴ്സ് എടുത്ത് നമുക്ക് പഠിച്ചു തുടങ്ങണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ആൻഡ് യൂണിവേഴ്സിറ്റി LGSന്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട്, ഡേറ്റ് അല്ല, കറക്റ്റ് ഡേറ്റ് അല്ല, മന്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടി.
അപ്പോൾ പ്രിലിംസിന് വേണ്ടി രണ്ടാമത്തെ ബാച്ച് നമ്മൾ 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. Y314 എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കയറുക. നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കൂടി ക്ലാസ് അവൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കോഴ്സ് എടുത്തവരാണ്, അല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കാൻ താല്പര്യമുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യേണ്ട പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് മെഗാ പാക്ക് മാത്രം എടുത്താൽ മതി. മെഗാ പാക്കിന്റെ പ്രൈസ് കൂടുന്നതിന് മുമ്പ് നിങ്ങൾ മെഗാ പാക്ക് എടുത്തോളൂ. മെഗാ പാക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 4000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത് പിടിച്ചോളൂ. അടുത്ത സെറ്റ് ആൻഡ് ഫൈനൽ വേർഡ് സെറ്റ് പിടിച്ചോളൂ. അണ്ടർഗേർഡ് ചെയ്യുക. എന്താണ് അണ്ടർഗേർഡ് ചെയ്യുക? കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളൊരു കാര്യത്തിന് അണ്ടർഗേർഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു എന്താ പറയാ, അതിനൊരു താങ്ങി പിടിക്കുക എന്നൊക്കെ പറയും. എന്തിനുണ്ട് നമ്മൾ ഒരു കാര്യം താങ്ങി പിടിക്കണേ? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, സെക്യൂർ ചെയ്യാൻ വേണ്ടി, ഓർ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി. സോ അണ്ടർഗേർഡ് ചെയ്യുക മീൻസ് സപ്പോർട്ട്, സ്ട്രെങ്തൻ, റീഇൻഫോഴ്സ്, സെക്യൂർ എന്നൊക്കെ പറയും അണ്ടർഗേർഡ്. ഓക്കെ, അടുത്തത് അഗ്രിഗേറ്റ്. ഓർത്തോണേ, അഗ്രിഗേറ്റ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. അഗ്രവേറ്റ് ചെയ്യുക. അഗ്രവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാര്യം വഷളാക്കുക, സ്ഥിതി വഷളാക്കുക തന്നെ അഗ്രവേറ്റ് ചെയ്യുന്ന പറയാം. അഗ്രവേറ്റ്, എക്സാസബേറ്റ്, അല്ലെങ്കിൽ ഇത് വേർബാണ് അഗ്രവേറ്റ്. വേഴ്സൺ ചെയ്യുക, ഒരു കാര്യത്തിനെ വഷളാക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഗ്രവേറ്റ് ചെയ്യുക എന്ന് പറയാം. എന്നാൽ അഗ്രിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതല്ല. അഗ്രവേറ്റ് ചെയ്യുക ഇസ് എ വേർബ് മാത്രമാണ്. അഗ്രിഗേറ്റ് ഇസ് നൗൺ ആണ്, വേർബാണ്, അഡ്ജക്റ്റീവ് ആണ്. എന്താ അഗ്രിഗേറ്റ് ചെയ്യാം? അവർ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ, മാസ്, ഒരു കാര്യത്തിന്റെ ഒരു കൂട്ടം, അതിനാണ് അഗ്രിഗേറ്റ്. ടോട്ടൽ എന്നൊക്കെ പറയും. അഗ്രിഗേറ്റ് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ടോട്ടൽ, കമ്പൈൻഡ് എന്നൊക്കെ പറയും, എൻറ്റയർ എന്നൊക്കെ പറയും. വേർബ് ആയിട്ട് വരുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ, ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലെ, വെൻ യു അഗ്രിഗേറ്റ് ദിസ് വിത്ത് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, വെൻ യു അഗ്രിഗേറ്റ് ദിസ് വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞാൽ വെൻ യു കമ്പൈൻ ദിസ് വിത്ത് ദാറ്റ്, അതിനെ കൂടെ കൂടി ചേർക്കുമ്പോൾ എന്നർത്ഥം. നൗൺ ആയിട്ട്, വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് അഗ്രിഗേറ്റ്. എന്നാൽ അതേ സമയത്ത് ഓർത്തോണേ, അഗ്രിഗേറ്റ്, അഗ്രവേറ്റ്, ഒരു വിയും ജി മാറിപ്പോയ മീനിങ് മാറിപ്പോവേ, അത് ഓർക്കണം. അഗ്രവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഷളാക്കുക, അല്ലെ, എരുതിയിൽ എണ്ണ ഒഴിക്കുക. യു അഗ്രവേറ്റഡ് ദ സിറ്റുവേഷൻ, നീ വെറുതെ വഷളാക്കി, സിറ്റുവേഷൻ വെറുതെ വഷളാക്കല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ. ഡോണ്ട് അഗ്രവേറ്റ് ദ സിറ്റുവേഷൻ, ദാറ്റ് ഇസ് അഗ്രവേറ്റ്, വേഴ്സൺ, എക്സാസബേറ്റ് എന്നൊക്കെ പറഞ്ഞ വാക്ക് അല്ലെ, ഓർത്തോണം. ഇനി അടുത്താണ് സ്റ്റാഗറിങ്. എന്താണ് സ്റ്റാഗറിങ്? ഞെട്ടിപ്പിക്കുന്ന, ഷോക്കിംഗ്, അസ്റ്റോണിഷിംഗ്, ഓവർവെൽമിംഗ്, അതിനാണ് സ്റ്റാഗറിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഗറിംഗ് ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റാഗറിംഗ് ഗ്രോത്ത് ഇൻ നമ്പർ ഓഫ് COVID-19 കേസസ് എന്നൊക്കെ പറയില്ലേ? നമ്മൾ ഞെട്ടിപ്പിക്കുന്ന നമ്പർ ഓഫ് കേസസ് കൂടുകയാണെന്നൊക്കെ പറയുന്ന പോലെ, ദാറ്റ് ഇസ് സ്റ്റാഗറിംഗ്. കാര്യം നമ്മൾ കണ്ടറിയാം, നമ്മുടെ ചൈനയിലൊക്കെ 30,000 മരണമൊക്കെ പെട്ടെന്ന് 10 ദിവസത്തിനുള്ളിലൊക്കെ വരുന്നത്. സോ അങ്ങനെ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പറയാം സ്റ്റാഗറിംഗ് എന്നർത്ഥം. അടുത്ത ഇൻഡിജിനസ്, കേട്ട് പരിചയമുള്ള വാക്കാണല്ലോ, അഡ്ജക്റ്റീവ് ആണ്. എന്താ ഇൻഡിജിനസ് എന്ന് പറഞ്ഞാല്? നേറ്റീവ് ആയിട്ടുള്ള, ഇത് നമ്മുടെ നാട്ടിലുള്ള, വരുത്തന്മാരല്ല, നമ്മുടെ നാട്ടിലുള്ള, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന നേറ്റീവ് ആയിട്ടുള്ള, എൻഡമിക് ആയിട്ടുള്ള, ലോക്കൽ ആയിട്ടുള്ള, ഒറിജിനൽ ആയിട്ടുള്ള എന്നൊക്കെ പറയാം, ഡൊമസ്റ്റിക് ആയിട്ടുള്ള, ദാറ്റ് ഇസ് ഇൻഡിജിനസ്. ഇൻഡിജിനസ് ട്രൈബ്, ഇൻഡിജിനസ് പീപ്പിൾ, ഇൻഡിജിനസ് ബേർഡ്സ്, ഇൻഡിജിനസ് ക്രീച്ചേഴ്സ്, ഇൻഡിജിനസ് പ്ലാന്റ്സ് ഒക്കെ പറയും നമ്മൾ. അതായത് ഇവിടെ തന്നെയുള്ള ഈ ലോക്കലായിട്ട് കിട്ടുന്ന ഏരിയ ആണ്, അല്ലാതെ നമ്മൾ ഫോറിൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. ദാറ്റ് ഇസ് ഇൻഡിജിനസ് ഓർത്തോ. ഓക്കെ, യാ. അടുത്താണ് വേവ്. വേവ് എന്ന് പറയുമ്പോൾ പല വേവ് നമുക്കറിയാം അല്ലെ. വേവ്, WAVE വേവ് ഉണ്ട്. തിര, വേവ് ചെയ്യുക, ടാറ്റ കൊടുക്കുക പറയില്ല, ആ സർ കൈ സൈൻ ചെയ്യുക, വേവ് ചെയ്യാം. എന്നാൽ ഈ വേവ് ഉണ്ടല്ലോ, WAIVE വേവ്, വേർബ്. ഈ വേവിന്റെ അർത്ഥം റിലിംക്വിഷ് ചെയ്യാണ്, റിനൗൺസ് ചെയ്യാണ്, റിഫ്രെയിൻ ചെയ്യുക, ഒരു കാര്യം നമ്മൾ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, തിരിച്ചു പോവാണ്, റിജക്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് വാട്ട് വേവ് ചെയ്യുക. ഇഫ് യു വേവ് സംതിങ് ദാറ്റ് മീൻസ് യു ആർ റിനൗൺസിങ് ഇറ്റ്. നമ്മൾ അതിനോട് വിട്ടു നിൽക്കണോ? വേണ്ട അല്ലെ. യു ആർ റിഫ്രെയിനിങ് ഫ്രം സംതിങ് അല്ലെ, അബ്സ്റ്റെയിനിങ് ഫ്രം സംതിങ്, യു റിജക്ട് ഇറ്റ്, യു റിനൗൺസ് ഇറ്റ്, യു റിലിംക്വിഷ് ഇറ്റ്. അതാണ് വേവ് ചെയ്യുക. ശ്രദ്ധിച്ചോണേ, വേവ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. Okay, let me see your sentence. Okay, Rindimam always punishes boys whenever they do mistakes and never punishes girls, which made Rindimam iniquity. എന്റെ പൊന്നെ, എടാ കൊച്ചു കള്ള, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഷമാസ്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല, ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഇനിക്വിറ്റീസ് തിങ്. ഇല്ല, റിൻഡിമം പിന്നെ സെന്റൻസിലൂടെ തെറ്റോടെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എനിക്ക് സെന്റൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സെന്റൻസ് തെറ്റി ഞാൻ മാറ്റിത്തരാം. റിൻഡിമം ഓൾവേസ് പണിഷസ്, അതുവരെ കറക്റ്റ് ആണ്. ബോയ്സ് whenever they do mistakes, okay, and never punishes girls when, which made Rindimam iniquity അല്ല, which makes her do iniquity. ഓർക്കുക, ഇനിക്വിറ്റി നൗൺ അല്ലേ. മേക്ക് എന്ന verb, make her എന്ന് കൊടുത്തിട്ടല്ലോ, മേക്ക് റിൻഡിമാം എന്ന് നീ കൊടുത്തു ഓൾറെഡി. അപ്പോ അവിടെ വീണ്ടും റിൻഡിമാം എന്നുള്ള റിൻഡിമാം എടുത്തു കൊടുക്കരുത്, അത് തന്നെ തെറ്റാണ്. അതിന് ഒരു വിച്ച് മെയ്ഡ് ഹെർ കൊടുക്കുക, വിച്ച് മെയ്ഡ് ഹെർ എന്നെ, വിച്ച് മെയ്ഡ് ഹെർ എന്താണ് എന്ന് കൊടുക്കാം, വിച്ച് മെയ്ഡ് ഹെർ ഡു, വിച്ച് മെയ്ഡ് ഹെർ ഡു ഇനിക്വിറ്റി എന്ന് കൊടുക്കാം. അത് എന്നുള്ള കൊടുക്കാം, കാരണം ഇനിക്വിറ്റി നൗൺ അവിടെ കൊടുക്കില്ല. നമുക്ക് വേർബ് കൊടുക്കാം, V1 ഫോം, വേർബ് അല്ല V1 ഫോർമുലേഷൻ കൊടുക്കാം. യു കെൻ യൂസ് V1, അല്ലെങ്കിൽ യു കെൻ യൂസ് ആൻ അഡ്ജക്റ്റീവ് അവിടെ കേട്ടോ, മേക്ക് എന്ന വേർബിന്റെ കൂടെ. He fired from the company
he fired അല്ല ലക്ഷ്മി, he was fired അല്ലെ, അവൻ ഫയർ ചെയ്യപ്പെട്ടു, അവനെ പുറത്താക്കപ്പെട്ടു അല്ലെ. അപ്പൊ ഇങ്ങനെ കൊടുക്കും, he was fired from the company for forging fake documents. കേട്ടോ, he was fired from the company for forging fake documents കൊടുക്കാം. അത് പാസ്റ്റ് വോയിസ് ആണ്, ആരോ അയാളെ ഫയർ ചെയ്തു എന്നുള്ളത്. Rendezvous is a linchpin of editorial cast and aspirants place their reliance on the incentive provided by her. Oh my god, that's so great. Thank you. Adipoli, sentence kolla. The incentive sandoshai. The incentives given by the company made him to continue there. All right. The vociferous speech of the partisans is the linchpin of the election time. Great. She forged her own space in the field of research. Great. എടാ വിനു, നീയും കൂടെ കൂടി ചേർത്തോ? ഓ കള്ളന്മാരെ, കൊള്ളാം. You are the linchpin of this family, so show some responsibility. That's great. The quarters are earmarked for judicial officials. That's great. Incentivizing yourself expedites your self-reliance. That's great. That's great. The humblest Rinduvam never entertains the credits, even if she has the monopoly in her fiefdom. നീ എന്നെ എന്താ ഷമ്മാസം നിന്റെ ഉദ്ദേശം? ഒന്ന് താഴ്ത്തിക്കിടുന്നു പിന്നെ ഉയർത്തുന്നു, എന്താണോ ഈശ്വര, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അടിപൊളി. Undergird and faith of the people. Undergird is a verb കേട്ടോ, noun അല്ല. Undergirding കൊടുക്കടാ, ജെറണ്ട് കൊടുത്തോ. Undergirding സപ്പോർട്ട് എന്നുള്ളതിൽ undergirding, നീ സപ്പോർട്ടാ കൊടുക്കുന്നെങ്കിൽ അവിടെ noun ആയിട്ട് സപ്പോർട്ട് തന്നെ കൊടുക്കുക കേട്ടോ. Undergirding ജെറണ്ട് കൊടുക്കണം കേട്ടോ. And faith of the people are the linchpins of democracy. Yeah. പറയും പീസ് ഓഫ് ന്യൂസ് എന്ന് പറയും, ആ പീസ് ഓഫ് ന്യൂസ് പറയും. പീസ് ഓഫ് ന്യൂസ് എന്നേ പറയുള്ളൂ, ന്യൂസിന്റെ പ്ലൂറൽ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പീസസ് ഓഫ് ന്യൂസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ a piece of news കൊടുക്കാം. ഇനി പ്ലൂറൽ ആയിട്ട് അല്ലാതെ കൊടുക്കാൻ സം കൊടുക്കാം, സം ന്യൂസ് കൊടുക്കാം. അതായത് ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ ആണ്, അതിന്റെ പ്ലൂറൽ ഫോർമുലേഷൻ ഇല്ല, സിംഗുലർ ഫോമിൽ ഉള്ളത്. അതുകൊണ്ട് വേണേ കൊടുക്കാം സം ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂസ് ഉണ്ട് എന്നർത്ഥം. ഐ ഹാവ് സം ന്യൂസ് ഫോർ യു, അല്ലെങ്കിൽ ഐ ഹാവ് എ പീസ് ഓഫ് ന്യൂസ് ഫോർ യു, ഐ ഹാവ് പീസസ് ഓഫ് ന്യൂസ് ഫോർ യു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് ന്യൂസ് ഉണ്ട് കേട്ടോ എന്നുള്ള പറയാം. You cannot use newses illa, news കൊടുത്തു a piece, അതെന്നെ കറക്റ്റ് കേട്ടോ അമ്മ. യെസ്. ലക്ഷ്മി, happy morning. He is the fastest batter to aggregate 5,000 runs. Great. The increase in the number of acid attacks is staggering. Great. I have a staggering news for you. Lakshmi, avada thetti. I have a news. I have a staggering piece of news for you. I have a staggering piece of news for you. കേട്ടോ, കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ന്യൂസ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ്, അതിലൂടെ ഒരിക്കലും എയും ആനും കൊടുക്കില്ല, സിംഗുലർ ഇല്ല അവിടെ കേട്ടോ. അതായത് സിംഗുലർ ആയിട്ട് കൗണ്ടബിൾ നൗണ്ട് കൂടെ മാത്രമേ എയും ആനും കൊടുക്കുള്ളൂ. സിംഗുലർ ആണ് ന്യൂസ് ഓഫ് കോഴ്സ്, ബിക്കോസ് ഇറ്റ്സ് എ കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ എ ആനും കൊടുക്കില്ല കേട്ടോ. a staggering piece of news for you കൊടുത്തോ, or you can say I have some staggering news for you. എ കൊടുക്കണം. Government must undergird the migrant laborers who are cracking the whip in dangerous minds. Great. Rendimam undergirds every student in our editorial session. Oh yeah, I do. You need to excel in indigenous language before applying for a job. That's a great sentence. Yeah. This shop has a good aggregate of dresses. Great. Kiravani's staggering music in RRR won him Golden Globe Award. Yes. Okay. Adjective okay. ഇല്ല, ഇനിക്വിറ്റിക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് പറയില്ല, ഇനീക്വൽ അല്ലെ, ഇക്വാളിറ്റി അതിനുണ്ട്, ഇനിക്വിറ്റി ഇല്ല, അത് വേറൊരു ഡിഫറെന്റ് യൂസേജ് ആണ്. അൺഫെയർ കൊടുക്കാം, അൺഫെയർ കൊടുത്തു, അൺഫെയർ ഇസ് ഓക്കെ, അൺഫെയർ അഡ്ജക്റ്റീവ് കൊടുക്കാം നമുക്ക്, അല്ലാതെ ഇനിക്വിറ്റിക്ക് ഇല്ല, അതാ പ്രശ്നം. ഓക്കെ. സ്റ്റാഗറിംഗ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ മെയ്ഡ് ഹിം അൺകോൺഷ്യസ്. ഓക്കെ, ഓൾറൈറ്റ്. ഷോക്കിംഗ് അല്ലേ, സത്യം. ചില സമയത്ത് നമ്മുടെ ബില്ല് കാണുമ്പോൾ നമ്മൾ ഞെട്ടാറുണ്ട്. ഷീ വേവ് ദി പ്രൊപ്പോസൽ ഇൻട്യൂസ്ഡ് ബൈ ഹർ ഫാദർ. ഗ്രേറ്റ്. ദ ഹോൾ ഓഫ് ഇന്ത്യ, ദ ഹോൾ ഓഫ് ഇന്ത്യ പറയില്ലല്ലോ, the whole India. Whole ഒരു ഡിറ്റർമിനർ അല്ലേടാ, നൗൺ ആയിട്ട് നമ്മൾ അല്ലെ പ്രൊനൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ ഹോൾ ഇന്ത്യ വാസ് സ്റ്റാഗേർഡ് ബൈ, ഓഫ് അല്ല, the whole of India അല്ല, the whole India കൊടുക്കണം കേട്ടോ. അല്ല നന്ദീസ, the whole India, ഓഫ് അങ്ങ് വിട്ട്. The whole India was staggered by the song Naatu Naatu. Yes. He waves from discussion of his sister's marriage. Okay. The prosecutor pointed out the need to aggregate all evidence against the culprit for getting bail from the court. Great. Indigenous cultures of local communities must not be weighed, and they are also the linchpin of India. Yes. Don't wait for undergird someone new. Don't wait for undergird അവിടെ കൊടുക്കില്ല, ഫോർ അല്ലേടാ ഹർഷദേ. അപ്പൊ ഇത് കൊടുക്കുക, അത് നിനക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കണം, അണ്ടർഗേർഡിംഗ് എന്ന് കൊടുക്കണമായിരുന്നു, ജെറണ്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ അണ്ടർഗേർഡിംഗ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, ഡോണ്ട് വെയിറ്റ് ഫോർ അണ്ടർഗേർഡിംഗ് സമ്മൺ ഓൺ യു, സപ്പോർട്ടിംഗ് സമ്മൺ ഓൺ യു, അതാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അണ്ടർഗേർഡിംഗ് കൊടുക്കുക കേട്ടോ, നോട്ട് അണ്ടർഗേർഡ്. അത് വേർബ് ഒരിക്കലും നമ്മൾ പ്രപ്പോസിന് ശേഷം കൊടുക്കില്ല. യു കെൻ യൂസ് എ നൗൺ ഓർ എ പ്രൊനൗൺ ഓർ ജെറണ്ട് ഒക്കെ ഉപയോഗിക്കാം. I told you to segregate the torn dresses and see what you have done. Done അല്ലേ?
You just aggregated everything in the same basket. Okay, all right. See that? That's great. It was a staggering eventuality in my life. Okay, great. The staggering crowd at the event called on national heat. Okay. He always refrains from disgruntlements. Okay, that's great. Parents should undergird the aptitudes of their children, of course. The proposal of making up a new company with the indigenous people. Okay, the proposal of making up a new company waived by, rejected by, the proposal of making up a new company എന്ന് പറയുമ്പോൾ പ്രൊപ്പോസൽ അപ്പൊ ആരോ മേക്ക് ചെയ്ത പ്രൊപ്പോസൽ അപ്പൊ ഇങ്ങനെ കൊടുക്കണം വിനു അല്ല ജിനു ഇങ്ങനെ കൊടുക്കാം the proposal of making up a new company was waived by the indigenous people. ആ പ്രൊപ്പോസൽ വേവ് ചെയ്യപ്പെട്ടു ഇൻഡിജിനസ് പീപ്പിൾ അപ്പൊ അത് പാസീവാ അവിടെ വാസ് വേവ്ഡ് കൊടുക്കുക കേട്ടോ ഓർ ഈസ് വേവ്ഡ് കൊടുത്താലും കുഴപ്പമില്ല സിംഗുലർ ആണ് പ്രസന്റ് ആണെങ്കിൽ ഈസ് വേവ്ഡ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് വേവ്ഡ് കേട്ടോ ദാറ്റ്സ് എ ഡിഫറൻസ്. Rentu ma'am was staggered by the remarks made by Shammas. Shocked up then. Hydrogen and oxygen aggregated to form water. Great. Virat Kohli surpassed Jayavardhan in the aggregate runs in the ODI. Yes. Moving on, people. അപ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് ഒക്കെ നന്നായി മേക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. I hope it is clear. വേർഡ്സ് ഒക്കെ ക്ലിയർ ആയി. ഇതാണ് വേർഡ്സ്. ഇന്നത്തെ വൊക്കാബുലറി ഇത്രേ ഉള്ളൂ. ആൻഡ് നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകും. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ പീപ്പിൾ. ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്. മുമ്പിൽ നിന്ന് നമ്മൾ ലീഡ് ചെയ്യാൻ പോകണം ബിക്കോസ് വി ആർ ഗോയിങ് ടു ഹോസ്റ്റ് ദി G20 സമ്മിറ്റ്. അപ്പൊ G20 സമ്മിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് പുതിയൊരു കാര്യം അതിനെ പറ്റി നോക്കുന്നത് നോക്കാം കേട്ടോ. ദ സ്റ്റാഗറിംഗ് ന്യൂസ് ലെഡ് ഹർ ടു ആ ഡിപ്രഷൻ. ഓക്കെ, ആ ഡിപ്രഷൻ വേണ്ട, വെറും ഡിപ്രഷൻ മതി. സോണൽ ഡിപ്രഷൻ കേട്ടോ, നോട്ട് ആ ഡിപ്രഷൻ. ഇല്ല, ഒരു ഡിപ്രഷൻ രണ്ട് ഡിപ്രഷൻ പറയില്ലല്ലോ. ഇറ്റ്സ് ഡിപ്രഷൻ, അൺകൗണ്ടബിൾ ആണ്. It's an abstract noun. Prime accusation against Bollywood films is that they do not show the indigenous culture of India. സത്യല്ലേ? അതാണ് പ്രശ്നം. Recently, our Prime Minister, I feel so terrible. Recently, our Prime Minister announced the people to undergird indigenous products. എന്തൊക്കെയോ ചുമ്മാ സിനിമയാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് തോന്നും ചില സമയത്ത്. നമുക്ക് ആകെപ്പാടെ ഇപ്പോൾ വിശ്വസിച്ച് കാണാൻ പറ്റിയ മൂവി ഏതെന്ന് ചോദിച്ചാൽ മേ ബി ഈ മലയാളവും തമിഴും മാത്രം വിശ്വസിച്ച് കാണാം. അതർ മൂവീസ് ഐ ഡോണ്ട് ട്രസ്റ്റ് ദം ആക്ച്വലി. അതാണ് പ്രശ്നം. Interviews are in the next level as judging panel was aggregated by South Indians GCC. Okay, great. Moving on, people. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാൻ. ക്ലിയർ ആണെങ്കിൽ ഒരു thumbs up ഇട്ടോളൂ. മനസ്സിലായെങ്കിൽ thumbs up ഇടുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. Show me some love and support. Let's move to the article. So, leading from the front. എന്താണ് നോക്കിക്കേ, India must amplify, India must increase or boost the views of Global South as president of G20 summit. ഇന്ത്യ ആണ് G20 സമ്മിറ്റ് പ്രസിഡൻസി ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലോബൽ സൗത്തിന്റെ വ്യൂസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കണം, ഇൻക്രീസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കണം, എക്സ്പാൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഓതർ പറയുന്നത്. സോ ഇന്ത്യ മസ്റ്റ് എക്സ്പാൻഡ് അല്ലെ, ഇന്ത്യ മസ്റ്റ് ഇൻക്രീസ് ദ വ്യൂസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗ്ലോബൽ സൗത്തിന്റെ വ്യൂസിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഇന്ത്യ G20 സമ്മിറ്റിനെ ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. The government's summit for developing nations called the Voice of the Global South Summit as its first big leadership level G20 event is an extremely important signal. It is also a departure from New Delhi's looking towards a high table of global leadership involving its relationship with the UNSC P5 and G7, the most developed economies, to focusing on a more just view of the world and how the developing world is being affected by global inequities. In his opening remarks at the virtual summit, Prime Minister Narendra Modi, ഗവൺമെന്റിന്റെ സമ്മിറ്റ്, ഡെവലപ്പിംഗ് നേഷൻസിന് വേണ്ടിയുള്ള സമ്മിറ്റ്, അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? സോ ഗവൺമെന്റിന്റെ സമ്മിറ്റ് ആണ്. അതിൽ നമുക്ക് പറയുന്ന അതിന്റെ പേര് പറയുന്നത് വോയിസ് ഓഫ് ദ ഗ്ലോബൽ സമ്മിറ്റ് എന്നാണ് കേട്ടോ. ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. ഓക്കെ, ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ലീഡർഷിപ്പ് ആയിട്ട് G20യുടെ ഫസ്റ്റ് ലീഡർഷിപ്പിന്റെ ഒരു ഇവന്റ് ആയിട്ട് നമ്മൾ നടത്തിയ ഒരു ഇവന്റ് ആണ് വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. കാര്യം G20യുടെ ഒരു എന്താ പറയുക ആമുഖം എന്ന രീതിയിൽ നടത്തി വിർച്വൽ സമ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നടത്തിയപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിഗ്നൽ ആണ് ഇതിൽ കൊണ്ട്, എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് സിഗ്നലാണ് കൊണ്ടുവരുന്നത്. കാര്യം ഇവിടെ നമ്മളൊരു ഡിപ്പാർച്ചറാണ്, നമ്മളൊരു മടക്കമാണ്. എവിടുന്ന് മടങ്ങുവാണ്? ന്യൂഡൽഹിയുടെ ഹൈ ടേബിൾ ഗ്ലോബൽ ലീഡർഷിപ്പിൽ നിന്നും ഏറ്റവും ഹൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഗ്ലോബൽ ലീഡർഷിപ്പിലെ മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് വമ്പന്മാരുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളൊന്ന് തിരിച്ചു വന്നു. മടക്കം ആൻഡ് ഇൻവോൾവിങ് അതിന്റെ റിലേഷൻഷിപ്പ് വിത്ത് UNSC P5, അതുപോലെ തന്നെ G7 സമ്മിറ്റ്, മറ്റ് എല്ലാ ഡെവലപ്ഡ് ഇക്കോണമീസിൽ നിന്ന് ഒരു ചെറിയൊരു റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഉള്ള എന്നൊരു തിരിച്ചു വരവിൽ നിന്ന് വന്നിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതാണ്. ആൻഡ് അവിടെ നിന്ന് വന്നിട്ട് ടു ഫോക്കസിങ് ഓൺ, അവിടെ ഡിപ്പാർച്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എവിടേക്ക് വരണം?
ഫോക്കസ് ചെയ്യുന്ന കൂടുതലായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഡെവലപ്പിംഗ് വേൾഡിനായിട്ട് ആണ്. കാര്യം ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്, നമ്മുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ ഡെവലപ്പിംഗ് വേൾഡിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ഇനിക്വിറ്റീസ് അഫക്റ്റ് ചെയ്യുന്നത്. ആ ഗ്ലോബൽ ഇനിക്വിറ്റീസ് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഡെവലപ്പിംഗ് വേൾഡിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് നടത്തിയത്. ഓക്കെ, ഇവിടെ പറയുന്ന ഓപ്പണിംഗ് റിമാർക്സ് തന്നെ എങ്ങനെയായിരുന്നു? കാര്യം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഓപ്പണിംഗ് റിമാർക്ക് ഇതായിരുന്നു: എക്സ്പ്ലെയിൻ ദി റീസൺസ് ഫോർ ദ ഷിഫ്റ്റ്. എന്തുകൊണ്ട് നമ്മൾ ആ ഷിഫ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനെ ഫോക്കസ് ചെയ്യാതെ ഇത്തവണ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് വേർഡ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചാലഞ്ചസ് ഓഫ് ദ കോവിഡ് പാൻഡമിക്, rising prices of fuel, fertilizer and food grains, and increasing geopolitical tensions have impacted our development efforts. External Affairs Minister S. Jaishankar too spoke of India's need to envision a common future with the global south and acknowledge India's common past with the global south, many of whom have suffered colonialism. Over 10 different sessions, India and representatives of 125 countries of the 134 that make up the G77 agreed that key issues include the fragmentation of the international landscape, shortages in grain exports, oil, നോക്കാം. അപ്പോൾ ശരിക്കും ഏറ്റവും പ്രതിസന്ധിയിലായത്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കും എന്തൊക്കെ ചാലഞ്ചസ് ആണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഗ്ലോബൽ പാൻഡമിക് കാരണമുള്ള കോവിഡ് പാൻഡമിക് കാരണമുള്ള ചാലഞ്ചസ്, പ്രൈസ് ഇൻക്രീസ് ഓഫ് ഫ്യൂവലിന്റെ പ്രൈസ് ഇൻക്രീസ് കേട്ടോ, ഫെർട്ടിലൈസേഴ്സ് അതിന്റെ മാത്രമാണോ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫുഡ് ഗ്രെയിൻസിന്റെ കാര്യപ്രശ്നങ്ങൾ, ചാലഞ്ചസ്, ഇൻക്രീസിങ് ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ്, അല്ലെ, ഒരുപാട് ടെൻഷൻസ്, നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് എഫേർട്സിന് ഒരുപാട് ചാലഞ്ചസ് ആയി, ഇവരൊക്കെയാണ് ചാലഞ്ചസ് ആയിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ജയശങ്കർ, എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കറിന്റെ വാക്കിലൂടെയും ഇത് കോമൺ ആയിട്ട് പറഞ്ഞു. നമ്മളൊരു കോമൺ ഫ്യൂച്ചർ അന്വേഷണം ചെയ്യേണ്ടത് അത് ഗ്ലോബൽ സൗത്ത് എല്ലാവരും കൂടി നിൽക്കണം. കാരണം ഈ ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഗ്ലോബൽ സൗത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരു കോമൺ പാസ്റ്റ് ഉണ്ട്. ബിക്കോസ് നമ്മളെല്ലാവരും സഫർ ചെയ്തു കൊളോണിയൽ പീരീഡിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു ആൾക്കാരാണ്, കൺട്രീസ് ആണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ പാസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുമിച്ച് നിന്ന് ഇതിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതിനെ മുന്നോട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമാണ് പറയുന്നത്. കാര്യം ഓൾമോസ്റ്റ് 10 സെഷൻസോളം കണ്ടക്ട് ചെയ്തു. ഇന്ത്യയുടെ റിപ്രസെന്റേറ്റീവ്സും കൂടി, മറ്റു റിപ്രസെന്റേറ്റീവ്സ് 120 കൺട്രീസും 125 കൺട്രീസും, മൊത്തത്തിൽ 134 കൺട്രീസ് ആണ് G77 സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, കംപ്രൈസ് ചെയ്യുന്ന 134 കൺട്രീസ്. അതിൽ 125 കൺട്രീസ് വന്നുകൊണ്ട് ഒരു 10 സെഷൻസോളം നമ്മൾ കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ അഗ്രി ചെയ്യുന്ന കീ ഇഷ്യൂസ് ഏതൊക്കെയാണെന്നറിയോ? ഇന്റർനാഷണൽ ലാൻഡ്സ്കേപ്പിന് ഒരു ഫ്രാഗ്മെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ലാൻഡ്സ്കേപ്പിന് മൊത്തത്തിൽ തകിടം മറിഞ്ഞ് കിടക്കുക, മൊത്തം അവിടെ ഇവിടെയുമായിട്ട് എന്താ പറയാ, ഒരു പൊട്ടിപ്പുള്ളുന്ന ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല ഫുഡ് ഗ്രെയിൻസിന്റെ, ഗ്രെയിൻ എക്സ്പോർട്സിന്റെ ഷോർട്ടേജ് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഓയിലിന്റെ, ഗ്യാസിന്റെ ഒക്കെ ഷോർട്ടേജ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങളാണ്. മാത്രമല്ല ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഷോർട്ടേജ് എന്തുകൊണ്ടാണ്? ഉക്രൈൻ വോർ കാരണമാണല്ലോ, അല്ലെ? ടെററിസം ആൻഡ് ഉക്രൈൻ വോർ, ഇതാണ് മേജർ നമുക്ക് പ്രശ്നമുള്ള നമ്മുടെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ടെററിസവും ഉക്രൈൻ വോറും കാരണമാണ് നമുക്ക് ഇത്രയും കൂടുതൽ അഫക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതായത് ആസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ട് was Mr. Modi's push for human-centered globalization, countering the First World's view of expediting climate change goals at the cost of development, ensuring immigration and work mobility for skilled populations of the global south, and resilient renewable energy access. The summit appears to mark a reset in India's foreign policy outlook in its year as G20 president, one which has made the government reclaim the true meaning of non-alignment in the wake of the Ukraine war, where it refused to take sides. Minister of State for External Affairs Meenakshi Lekhi's visit to Cuba. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട്, ഫേമസ് ആയിട്ട് മോദിജിയുടെ പുഷ് എന്തിനു വേണ്ടിയിട്ടുള്ള? ഹ്യൂമൻ സെന്റേർഡ് ഗ്ലോബലൈസേഷനെ കൗണ്ടർ ചെയ്യാണ്. ഹ്യൂമൻ സെന്റേർഡ് ഗ്ലോബലൈസേഷനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഹ്യൂമൻ സെന്റേർഡ് ഗ്ലോബലൈസേഷൻ അത് കൗണ്ടർ ചെയ്യാണ് ഫസ്റ്റ് വേൾഡ് വാറിനെ. അദ്ദേഹം പുഷ് ചെയ്ത് ഹ്യൂമൻ സെന്റേർഡ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷനെയാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കൗണ്ടർ ചെയ്യാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസ്. ഫസ്റ്റ് വേൾഡ് കൺട്രീസ് അത് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസ് അത് ഡെവലപ്പിംഗ് കൺട്രീസ്, അല്ലെ? അവിടെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് പറയുന്ന സോ കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, അവര് എന്ത് ചെയ്യാണ്? ദേ ആർ എക്സ്പെഡൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. അവർ സ്പീഡപ്പ് ചെയ്യാണ്, ക്ലൈമറ്റ് ചേഞ്ച് ഗോൾസിനെ സ്പീഡപ്പ് ചെയ്യാണ്, ക്വിക്കൻ ചെയ്യാണ്.
speeding up. They are quickening. Speeding up or quickening. They are expediting. ധൃതിവെക്കാണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഗോൾസിന്. എന്തിന്റെ പേര് പറഞ്ഞിട്ട്? ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൻഡ് ദേ ആർ എൻഷുറിംഗ് ഇമിഗ്രേഷൻ, വർക്ക് മൊബിലിറ്റി. ഇമിഗ്രേഷൻ പ്രോസസ് ഇതാക്കുന്നു, വർക്ക് മൊബിലിറ്റി കൊടുക്കുന്നു, സ്കിൽ പോപ്പുലേഷൻ. ഗ്ലോബൽ സൗത്തിലുള്ള ആൾക്കാർക്ക് സ്കിൽ പോപ്പുലേഷൻസിനെ അങ്ങോട്ടേക്ക് അല്ലെ ഉള്ള ആൾക്കാരെല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ, അങ്ങനെ കൊടുക്കുകയാണ്. മാത്രമല്ല ഇവരിത് ഉപയോഗിക്കുന്ന റെസിലിയന്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ആക്സസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് നടത്തുന്നത്. അപ്പൊ ഈ സബ്മിറ്റ് എന്തിനു വേണ്ടിയായിരുന്നു ചെയ്തത്? ഈ ഒരു സബ്മിറ്റ് ശരിക്കും കൊണ്ടുവന്ന് എന്തിനാ? ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഔട്ട്ലുക്കിനെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുക്കുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണോ ഇന്ത്യൻ ഫോറിൻ പോളിസി ഇപ്പോൾ ഉള്ളത്, അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതും G20 പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന, അതിനെ പ്രസിഡൻസി ചെയ്യാൻ പോകുന്ന, നയിക്കാൻ പോകുന്ന, ലീഡ് ചെയ്യാൻ പോകുന്ന ഇന്ത്യന്റെ ഒരു ഫോറിൻ പോളിസി ഔട്ട്ലുക്കിനെ ഒന്ന് മാറ്റിയെടുക്കണം. അതായത് ഗവൺമെന്റ് ഈ ഫോറിൻ പോളിസിയുടെ പ്രത്യേകത എന്താ? ഇതാണ് റിക്ലെയിം ചെയ്യുന്ന ട്രൂ മീനിങ് ഓഫ് നോൺ അലൈൻമെന്റ്. നോൺ അലൈൻമെന്റിന്റെ ഒരു ട്രൂ മീനിങ് കൊണ്ടുവരുന്ന രീതിയിലാണ്. കാരണം ഇങ്ങനെ ഒരു ഉക്രൈൻ വാറിന്റെ സമയത്ത്, ബിക്കോസ് ഓഫ് ഉക്രൈൻ വാർ, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സൈഡ് എടുക്കാതെ മാറി നിന്നായിരുന്നു. ബാക്കി എല്ലാവരും സൈഡ് എടുത്തപ്പോൾ ഇന്ത്യ മാത്രം മാറി നിന്നായിരുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് കോൺട്രറി ഇവിടെ ഒരു നോൺ അലൈൻമെന്റിനോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ എന്താ പറയാ ഇന്ത്യ ശബ്ദം ഉയർത്തുന്നത് കേട്ടോ. ആൻഡ് മിനിസ്റ്റർ ഓഫ്, അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മീനാക്ഷി ലേഖി ക്യൂബ വിസിറ്റ് ചെയ്തു ആസ് ഇറ്റ് ടുക്ക് ഓവർ G77 chairpersonship. As grouping India has shunned, and the invitation to the president of Egypt, a NAM co-founder as Republic Day chief guest were significant too. കാര്യം നമുക്ക് ഇന്ത്യയുടെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. കാര്യം മീനാക്ഷി ലേഖി എവിടെ പോയി? ക്യൂബയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു G77 ചെയർമാൻഷിപ്പിൽ നിന്ന് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഷൻ ചെയ്യപ്പെട്ട ഒരു ഇതായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യ പോകുന്നു, പ്രസിഡന്റ് ഓഫ് ഈജിപ്തിനെ വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവര് പ്രസിഡന്റ് ഓഫ് ഈജിപ്റ്റ് ഒരു നാമിന്റെ കോഫൗണ്ടർ ആണ്. അവർ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു എന്നുള്ളതൊക്കെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു എലമെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഈ ഒരു എന്താ പറയാ ഗ്ലോബൽ സൗത്തിന്റെ വരവിനെ ഒരുമിച്ച് കൂട്ടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓഫ് നോട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട നോട്ട് വർത്തി ഈസ് ദാറ്റ് or were some of the summits exclude ചെയ്യപ്പെട്ട ആരെയൊക്കെയാ നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. Of note too was the inclusion of Myanmar, whose Janta regime has not been recognized, but with which India has chosen to forge closer ties. It is hoped that the collective South in understanding of global issues will lead to a more inclusive meeting at the summit level, particularly with reference to South Asian countries and the subcontinent's regional problems. It is also of note, അപ്പൊ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ ഈജിപ്തിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എക്സ്ക്ലൂഷൻസും ഉണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കുറച്ച് എക്സ്ക്ലൂഷൻസും ഉണ്ട്. ആരെയൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്? പാകിസ്ഥാനെയും എക്സ്ക്ലൂഷൻസിൽ പെടുന്നതാണ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനെ പക്ഷേ ഇന്ത്യ എക്സ്ക്ലൂഡ് ചെയ്തു. അവർ രണ്ടുപേരും അതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞേക്കാണ്. പക്ഷെ അതേ സമയത്ത് ഇൻക്ലൂഷൻ എടുത്ത് പറയണം, കൂട്ടി ചേർത്തിട്ടുണ്ട്. മ്യാൻമർ നമ്മൾ കൂട്ടി ചേർത്തിട്ടുണ്ട്. പണ്ടത്തെ ബർമ അല്ലെ, മ്യാൻമറിനെ എടുത്തിട്ടുണ്ട്. ജന്ത റഷ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ത്യ പക്ഷെ അതിനെ ഫ്ലോ ചെയ്ത് കൂടുതലായിട്ട് ബിൽഡ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് കുറച്ചുകൂടെ ക്ലോസർ ടൈസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ മ്യാൻമറുമായിട്ട് കുറച്ചുകൂടെ ഇൻക്ലൂഷൻ ആയിട്ട് അതിനെ കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്കൊരു കളക്റ്റീവായിട്ട് സൗത്ത് അണ്ടർസ്റ്റാൻഡിങ് വേണം. കാര്യം ഈ ഗ്ലോബൽ ഇഷ്യൂസിനെ ഒരു സദേൺ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കാണണം. നമ്മളൊരു ഗ്ലോബൽ ഇഷ്യൂസിനെയും ഗ്ലോബലൈസേഷൻ എല്ലാത്തിനും ഗ്ലോബൽ ഇഷ്യൂസിനെ മൊത്തത്തിൽ നമ്മൾ ഒരു സദേൺ പെർസ്പെക്റ്റീവിൽ കാണണം. സൗത്ത് കൺട്രീസ് എല്ലാം കൂടെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഡിഫറെന്റ് അല്ലേ. അവരെ എഫക്ട് ചെയ്യുന്ന രീതിയും ഫസ്റ്റ് വേൾഡ് കൺട്രീസിനെ എഫക്ട് ചെയ്യുന്ന തേർഡ് വേൾഡ് കൺട്രീസിനെ എഫക്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. കാര്യം നമ്മൾ എഫക്ട് ചെയ്യുന്ന ചാലഞ്ചസ് ആൻഡ് they have been അല്ലെ സഫറിംഗ് ഈസ് ഡിഫറെന്റ്. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാലഞ്ചസ് ആൻഡ് വി എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാലഞ്ചസ് ആർ ഡിഫറെന്റ് അല്ലേ. അത് രണ്ടുമാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞ വ്യത്യാസപ്പെട്ടത്. അപ്പൊ ഒരുമിച്ച് അനുഭവിക്കുന്നവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കാര്യം, ദാറ്റ് ഇസ് മോർ ഇൻക്ലൂസീവ് മീറ്റിംഗ് ആണ്. അതും ഒരു റെഫറൻസ് ടു സൗത്ത് ഏഷ്യൻ ലെവലാണ്. സൗത്ത് ഏഷ്യൻ ലെവലിലുള്ള റെഫറൻസ് ഈ സബ് കോണ്ടിനെന്റിലെ റീജിയണൽ പ്രോബ്ലംസിനെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു മീറ്റിംഗിന് കുറച്ചുകൂടെ റെലവൻസ് ഉള്ളതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ദാറ്റ് ഗ്രൂപ്പിംഗ് ഡിഡ് നോട്ട് റിലീസ് എ കോമൺ ഓർ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവര് ഒരു കോമൺ ആയിട്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്തിട്ടൊന്നുമില്ല. ആസ് മച്ച് ദ നറേറ്റീവ് ഓഫ് outcomes is built on what Mr. Modi and Mr. Jaishankar said. For India to be heard as the voice of global South at the G20, it must reflect on aspirations of other nations and amplify them. As a true leader of developing world at G20 summit later this year.
ഇത് എടുത്ത് എല്ലാവരുടെ കൂടി കളക്റ്റീവ് ആയിട്ടൊരു കോമൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ ഡിഡ് നോട്ട് കേട്ടോ, ഇത് ഇവർ റിലീസ് ചെയ്തില്ല ഒരു കോമൺ ആയിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള ഒരു ഈ ഗ്രൂപ്പിംഗ് ഒരിക്കലും ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടില്ല. അതായത് ഈ നെററ്റീവ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ശരിക്കും ഇത് മിസ്റ്റർ മോദിജിയുടെ വാക്കിൽ നിന്നും മിസ്റ്റർ ജയശങ്കർ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിന്റെ വാക്കിൽ നിന്നും നെററ്റീവിൽ നിന്നും കേൾക്കുന്ന മാത്രമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ വോയിസ് ആയിട്ട് കേൾക്കണം, വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ആയിട്ട് കേൾക്കണം. G20 കേൾക്കണമെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ മസ്റ്റ് റിഫ്ലക്ട് ഓൺ ദ ആസ്പിറേഷൻസ് ഓഫ് അതർ നേഷൻസ്. ഇത് മാത്രമല്ല, മറ്റു നേഷൻസിന്റെ ആസ്പിറേഷൻസിനെ റിഫ്ലക്ട് ചെയ്യാൻ ഇന്ത്യ ഭാഗമാകണം, അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, മോർ ഇൻക്ലൂസീവ് പോളിസി എടുക്കണം, കുറച്ചുകൂടെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. ഇന്ത്യ ഈ ഒരു ചെറിയ ഇതിൽ നിൽക്കരുത്, ഒതുങ്ങി നിൽക്കരുത്. കുറച്ചുകൂടി ഇന്ത്യ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യണം, ഇന്ത്യയുടെ ആസ്പിറേഷൻസ് എക്സ്പാൻഡ് ചെയ്യണം, റിഫ്ലക്ഷൻസിന് എക്സ്പാൻഡ് ചെയ്യണം. കാര്യം കൂടുതലായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ കൂടുതൽ ജോയിൻ ചെയ്യിപ്പിച്ചാലാണ് ഇന്ത്യ വിൽ ബിക്കം എ ട്രൂ ലീഡർ ഓഫ് ദി ഡെവലപ്പിംഗ് വേൾഡ്. അതും G20 സമ്മിറ്റിലെ ഡെവലപ്പിംഗ് വേൾഡിന്റെ ഒരു ശബ്ദമായിട്ട് ഇന്ത്യ മാറണമെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ മോർ ഇൻക്ലൂസീവ് പോളിസി എടുക്കണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ആൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ അല്ലെ, അനലിറ്റിക്കൽ ആയ ഒരു ആർട്ടിക്കിൾ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലെ. കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വലിയ ആർട്ടിക്കിൾ ആണ്. നേരത്തെ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ഇന്ന് വായിച്ചത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ക്ലിയർ. വലയ ഫാൻസ് ഇവിടെ ഉണ്ടല്ലേ? എനിക്ക് തോന്നി ഷമാസേ വെറുതെ അല്ലേ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്ന്. Interviews are in the next level as judging panel was aggregated by South Indians. Yes, അത് കറക്റ്റാണ്. The colonialism was waived by the indigenous people. All right, rejected alle. The aggregate marks in the mock test undergird my reliance. Okay, right. Okay, clear ആണല്ലോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയി. ഇതായിരുന്നു നമ്മുടെ 14-ാം തീയതി, അതായത് നമ്മുടെ സാറ്റർഡേയിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നേ. നോക്കാം, ഇന്ന് ട്യൂസ്ഡേ, കഴിഞ്ഞ സാറ്റർഡേയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ ഓൺ കോർട്ട് ആക്ഷൻ വുഡ് മാർച്ച് ഇൻ സ്റ്റെപ്പ് although the absence of the now retired duo of Roger Federer and Ash Barty. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എനിക്ക് കുറച്ച് പേരെ ആൻസർ തന്നിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് മറ്റുള്ളവർ തന്നില്ല. അറിയില്ലാഞ്ഞിട്ടാണെങ്കിൽ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് സോ ഗ്രേറ്റ്. കേൾക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന എറർ ഇസ് സോ സിമ്പിൾ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എറർ ആയിരുന്നു ഇത്. കാരണം വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ എറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എറർ ഇതാ. ഏറ്റവും കൂടുതൽ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ, കുറച്ച് പേരെ തന്നിട്ടുള്ളൂ, 5 or 6 ആണ് തന്നിട്ടുള്ള ആൻസർ. ബാക്കിയുള്ളവർ ആൻസർ തരണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള എറർ സ്പോട്ടിങ്ങിലും എക്സാമിന് വരാറുള്ള ഏറ്റവും കൂടുതൽ എറർ സ്പോട്ടിങ്ങിന്റെ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. ഏതാണെന്ന് പറയാമോ ആൻസർ? Yeah, very good. It is expected that the on-court action would march in step. Although ആണോ? ഓൾദോയുടെ പ്രത്യേകത എന്താ? ഓൾദോ ഒരു കൺജങ്ഷൻ ആണ്. ഓൾദോ കഴിഞ്ഞാൽ അതൊരു, ഞാൻ നേരത്തെ ബിക്കോസ് പറഞ്ഞല്ലോ, ബിക്കോസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ക്ലോസേ ഇടാൻ പറ്റുള്ളൂ, കാരണം ഇത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. പക്ഷേ ഓൾദോ അതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ കൺജങ്ഷൻ ആയിട്ടാണോ ഉപയോഗിക്കുന്നത്? അല്ല, ഇവിടെ ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യമുള്ളത്. നമുക്ക് പ്രിപ്പോസിഷൻ ആണെങ്കിൽ അതേ മീനിങ് വരുന്നത്. എന്നിരുന്നാലും എന്ത് കൊടുക്കാം? despite കൊടുക്കാം, അല്ലെങ്കിൽ in spite of കൊടുക്കാം. despite the absence of the now retired duo of Roger Federer and Ash Barty. അവിടെ despite വേണം, കാരണം despite is a preposition. കാരണം അതിനുശേഷം ഇവിടെ വന്നേക്ക് നോക്കിയേ, ആ absence എന്ന വാക്ക് നോക്കിക്കേ, അത് തന്നെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്, നൗൺ ആണ് അല്ലെ. despite എന്ന പ്രിപ്പോസിഷന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കണം. അപ്പോൾ അത് ഓർത്തോണം, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്, എന്നാലും നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. The UPI's function as a linchpin transaction enabler has been key in the undergirding this transformation. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആൻസർ എനിക്ക് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ആൻസർ ഒന്ന് പോസ്റ്റ് ചെയ്യാം നമ്മൾ കോമന്റ് സെക്ഷനിൽ. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചടപടയിൽ ജോയിൻ ചെയ്തോളൂ. KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡാപ്റ്റഡ് ഫോർ കേരള സെൻട്രൽ എക്സാംസ്, നമ്മുടെ PDF നോട്ട്സ്. ഞാൻ ഇന്നലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാഫിക് കൺട്രോളറിന്റെ മാരത്തൺ നടത്തിയായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലേ, അതിൽ PDF ഒക്കെ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ എടുത്തോളം കേട്ടോ, പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്തോളാം. അതുപോലെ തന്നെ ഫയൽസിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ക്വിസസ് വരാറുണ്ട് ഇതിൽ. അതുപോലെ നിങ്ങൾക്ക് വേർഡ് ഫോർ ദ ഡേ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ നമ്മുടെ PDF അല്ലല്ലോ, നമ്മുടെ ബുള്ളറ്റിൻ പോയിന്റ്സ്, കറണ്ട് അഫയേഴ്സിന്റെ അതും കിട്ടാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ എടുത്തോണം കേട്ടോ. പരമാവധി നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ കണക്റ്റഡ് ആയിരിക്കുക, യൂസ് ചെയ്യുക. ഓക്കെ, റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻസ് പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ കേട്ടോ. ബട്ട് അതേ സമയത്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക കേട്ടോ.
Take care. Bye-bye.